ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രാധാ മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും രഥയാത്ര ആശംസകൾ. ഇന്ന് ജഗന്നാഥപുരിയിൽ അതിഗംഭീരമായ കോടിക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന രഥയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ പലരും കണ്ടു കാണാം. TV-യിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ലൈവ് ഉണ്ട്, കണ്ടു കാണാം. കോടിക്കണക്കിന് ജനങ്ങളാണല്ലേ. അപ്പം നമ്മളൊക്കെ ഒരു ആഗ്രഹം, എപ്പോഴെങ്കിലും ഈ ജീവിതത്തിൽ ഈ കാലും കൈ ഉണങ്ങാവുന്ന സമയത്തെങ്കിലും ജഗന്നാഥന്റെ രഥം വലിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ ജന്മങ്ങളാണ് നമ്മൾ. അപ്പം ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ നാട്ടിൽ നമ്മൾ രഥയാത്ര നടത്തിയിരുന്നു, നമ്മുടെ സത്സംഗത്തിന്റെ വകയായിട്ട്, പ്രേമവൃന്ദാവനത്തിന്റെ വകയായിട്ട്. അപ്പം എല്ലാവരും അത് കുറച്ച് പേരെങ്കിലും അതിൽ കൂടിയിട്ടുണ്ടാവും. 2 പ്രാവശ്യം കൂടിയ എനിക്ക് തോന്നുന്നു രതിദേവി മാതാജി കൂടിയിട്ടുണ്ടായിരിക്കാം. ഞാൻ അംബിക മാതാജി 1 പ്രാവശ്യം കൂടി. അങ്ങനെ നാട്ടിൽ നമ്മള് രാധിക മാതാജി 2 പ്രാവശ്യം കൂടി. അങ്ങനെ ഇപ്രാവശ്യം എന്താ പറഞ്ഞ നമ്മള് ശരിക്കും കഴിഞ്ഞ വർഷം 25-ാം തീയതിയായിരുന്നു, ജൂൺ 25-ാം തീയതി തുടങ്ങിയത്. 26, 27 മൂന്നാമത്തെ ദിവസത്തെ പരിപാടി നടന്ന ദിവസമാണത്. നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. ഇന്ന് മറ്റേ ഇവിടെ എന്നാ പറയുന്ന വേദവ്യാസപുരവും പൂർണ്ണത്രയീശനെയും അതുപോലെ തന്നെ ആമയുടെ ഒക്കെ പോയ ദിവസമാണ് ഇന്ന്. അപ്പം പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടേ എത്തിച്ചു. അപ്പം എത്ര പേര് ഓർക്കത്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ 25-ാം തീയതി 24-ാം തീയതി വന്നപ്പോൾ തന്നെ ഞാൻ ഓർമ്മ വന്നു, പാനിഘട്ടി നടത്തിയ ദിവസമായിരുന്നല്ലോ 25 എന്ന് ഞാൻ ഓർത്തു. അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം ലീവ് കിട്ടിയില്ലേ? ഇപ്രാവശ്യം ലീവ് എമർജൻസി ലീവായിട്ടൊക്കെ വേണം എടുക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചു എന്താ ആർക്കും താല്പര്യമില്ല. നമ്മുടെ സത്സംഗത്തിന് എത്ര പേര് കൂടി? മാതാജിയും അതുപോലെ 1-2 പേരല്ലേ ഉള്ളൂ. ബാക്കി തൃശ്ശൂരിൽ നിന്ന് അവർ വന്നതല്ലേ ഉള്ളൂ. നമ്മുടെ അടുത്തുനിന്നുള്ള ഓരോ ആൾക്കാരും ഇല്ല, ആർക്കും താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് മുടക്കുന്നത്. ആർക്കും താല്പര്യമില്ല. ഞാൻ മാത്രം മുൻകൈ എടുത്തിട്ട് ഞാൻ അത്രയും 5 times ഇരട്ടിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഈ സമയത്ത് ഭയങ്കര പ്രൈസാണ് വെക്കേഷന്. ഞാൻ നാട്ടിൽ കൂടെ നടത്തിയിട്ട് 4 വിരലെ എണ്ണാവുന്നവർ പോലും ഇല്ല നമ്മുടെ സത്സംഗത്തിൽ നിന്ന് തന്നെ. പിന്നെ അടുത്തുള്ള ഓരോ ബന്ധുക്കളോ അങ്ങനെ ഉള്ളവരും ഇല്ല. പിന്നെ നമ്മളതാണ് കൃഷ്ണാപുരത്തിലേക്ക് മുന്നോട്ടിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ലക്ഷങ്ങൾ നമ്മൾ മുടക്കിയിട്ട് അതിൽ പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ലക്ഷ്യം ഭഗവാന്റെ ഇതിന്റെ കാര്യത്തിന് കണക്ക് പറയുന്നതല്ല. എന്നാലും അതിപ്പം എന്താ പറയുന്നത്, വേറെ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. ഞാൻ നിർബന്ധിച്ചു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ആൾക്കാർ വരിക. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, ഒരു ഫർദർ ഡെവലപ്മെന്റ്സോ ഒരു ഫ്യൂച്ചറോ ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം രാധിക മാതാജിയാണ് ചോദിക്കുന്നത്. അപ്പൊ രാധിക മാതാജിക്ക് ഒരുപാട് താങ്ക്സ്. ഇത് എന്തുകൊണ്ട് ഇപ്രാവശ്യം ഇല്ലേന്ന് ചോദിച്ചത്. കുറച്ചു ദിവസം മുമ്പ് വിചാരിച്ചു പ്രഭു, ജൂൺ ജൂലൈയിൽ ആ സമയത്തായിരുന്നല്ലോ, എന്താണ് പ്രഭു ഞാനിപ്പോ ഇപ്രാവശ്യം ഇതുവരെ ഞാനിത് അവതരിപ്പിക്കാതിരിക്കായിരുന്നു, ആരെങ്കിലും എന്നോട് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചോദിച്ചില്ല. പക്ഷെ അത് വാർഷികമായതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു. ഞാനിതിങ്ങനെ മനഃപൂർവ്വം പറയാതിരിക്കായിരുന്നു. ആരെങ്കിലും ഓർമ്മയുണ്ടോ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചു. സാരമില്ല, എന്തായാലും ഇതൊക്കെ എന്തായാലും ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അപ്പം ഞാനിപ്പം പ്രാവശ്യം എന്ത് ചെയ്തു, കുറച്ച് പുറകോട്ട് മാറി. കാര്യം വേറെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മുൻകൈ എടുത്തേനെ. മറ്റൊന്നും ഞാൻ വിചാരിക്കത്തില്ല. എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഇപ്പം ഫൈനാൻഷ്യലി ഡള്ളായതുകൊണ്ട് ഞാൻ പുറകോട്ട് ശകലം വലിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ് പറഞ്ഞ് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ മുന്നോട്ട് വരണം. അതായത് 1 man ഷോ ആകരുത് ഒരിക്കലും. അപ്പൊ അത് എനിക്ക് തീരെ താല്പര്യമില്ല, 1 man ഷോ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം അതിനന്ന് അറിയത്തില്ല. ഞാൻ മധുപ്രഭുവിനോട് പറഞ്ഞു, മധുപ്രഭുവിന് താല്പര്യം ഉണ്ടെങ്കിൽ നടത്തും. ഇപ്പൊ കൈപ്പറമ്പിലും അവിടേക്ക് ഇന്ന് തൃശ്ശൂർ എവിടെയൊക്കെ രഥയാത്ര നടക്കുകയാണ്.
കൈപ്പറമ്പിൽ അടുത്ത് വെച്ചുകൊണ്ട് 29 അങ്ങാണ്ട്. കൊല്ലത്തുണ്ട് ഇന്ന് കൊല്ലത്ത്. ആ, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് നടക്കുമോന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ന് കൊല്ലത്ത് നടന്നു. ഹരേ കൃഷ്ണ. 3:30-ക്ക് തുടങ്ങി 7 ആകുമ്പോഴത്തേക്ക് തീരും. നാളെ പിന്നെ കാട്ടാക്കട. പിന്നെ അതെ, അതെ. മറ്റന്നാ കരമന. പിന്നെ ജൂലൈ 5 തിരുവനന്തപുരത്ത്. അതെ. അപ്പൊ ഞാൻ അങ്ങനെ ഇന്നലെ അവിടെ പോയി. അപ്പൊ അങ്ങനെ നാട്ടിൽ കൂടാൻ പ്രഭുവിന്റെ പറ്റുന്നവരൊക്കെ ഫിസിക്കൽ രഥയാത്രയ്ക്ക് നാട്ടുകാരനെ കണ്ടു, സംസാരിച്ചു. ഫിസിക്കലായിട്ട് കൂടാൻ പറ്റുന്നവരൊക്കെ പോയി കൂടുക. അപ്പൊ നമ്മളിപ്പോ 2-3 പ്രാവശ്യമായിട്ട് ജഗന്നാഥ രഥയാത്രയുടെ പാസ്റ്റ് ടൈംസ് പറയാണ്. അപ്പൊ ഇപ്രാവശ്യം അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. കാര്യം ഇന്ന് 2-ാം അധ്യായത്തിന്റെ സമാപനമൊക്കെയാണ്. പക്ഷെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് കണ്ടിരിക്കുന്നത്. ചിലരും രഥയാത്രയ്ക്കായിട്ട് പോയി കാണണം പലരും എന്നൊക്കെ വിചാരിക്കുന്നു. എൻഗേജ്ഡൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മായ പിടിച്ച് കാണാം, അല്ല മഴയായി കാണും, കറണ്ടില്ലായിരിക്കും, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അപ്പൊ എന്തായാലും രഥയാത്രയുടെ പാസ്റ്റ് ടൈംസ് നമ്മൾ പലതവണ പറഞ്ഞു എങ്കിലും രഥയാത്ര എന്താ പറയുന്നത്, നമുക്കിപ്പം ലോകത്തിലേക്ക് ഏറ്റവും വലിയ രഥയാത്ര നടക്കുന്ന ജഗന്നാഥപുരി ക്ഷേത്രമാണ്. അതായത് ലോകാത്ഭുതങ്ങളിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് ജഗന്നാഥപുരി. അപ്പൊ അവിടെ എൻ്റെ സ്ക്രീനിൽ കാണാം ജഗന്നാഥ് ബലദേവ് സുഭദ്രമായി. ജഗത്തിന്റെ തന്നെ നാഥനാണ് ജഗന്നാഥൻ, അല്ലേ? അദ്ദേഹവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ജഗന്നാഥൻ, ജഗത്തിന്റെ നാഥൻ തന്നെയാണ് കൃഷ്ണൻ. അതുപോലെ തന്നെ ബലരാമൻ അദ്ദേഹത്തിന്റെ തന്നെ ആദ്യത്തെ സ്വവിസ്തരണം. അതുപോലെ തന്നെ അതിന്റെ യോഗമായ ശക്തിയായ സുഭദ്രാദേവിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ട് നമ്മളുടെ ഈ കൃഷ്ണ ലീലയിൽ കണ്ടു. അപ്പൊ ആ കൃഷ്ണലീലയിൽ കണ്ട ആ ഒരു പറയുന്ന സുഭദ്ര മാതാവ് യോഗമായ, അദ്ദേഹത്തിന്റെ യോഗമായയുടെ തന്നെ ഒരു വിസ്തരണമാണ് സുഭദ്രമായി. അങ്ങനെ അവർ 3 പേരിലൂടെയാണ് ജഗന്നാഥപുരിയിലെ ഡയറ്റി. അപ്പൊ ഈ ഒരു ഡയറ്റി വരാനായിട്ടൊരു കഥയുണ്ട്. അപ്പൊ ഇത് എങ്ങനെ വന്നു എന്നുള്ളതിന്, കലിയുഗത്തിൽ എങ്ങനെ ഈ ജഗന്നാഥൻ അവതാരം എടുത്തു, അത് ഈ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പൂർണ്ണമല്ലാത്ത ഒരു രൂപമാണ്, അപൂർണമായ രൂപമാണ്. പക്ഷെ ഇത് ഭഗവാൻ ഏറ്റവും എന്താ പറയുക, അതീന്ദ്രിയമായ ആ ഒരു പ്രേമത്തോടുകൂടി ദ്വാരകയിലാണ്. ജഗന്നാഥപുരിയെ നമുക്ക് ദ്വാരകയായിട്ട് കണക്കാക്കാം. ഗുണ്ടിച്ച ടെമ്പിള് രഥം വലിച്ചുകൊണ്ട് ഗുണ്ടിക ടെമ്പിള് വൃന്ദാവനമായിട്ടും കണക്കാക്കാം. അപ്പം എന്താണ്, ആ ഭഗവാന്റെ ഒരു എക്സ്റ്റസി അല്ലെങ്കിൽ അതീന്ദ്രിയ പ്രേമരസത്തില് അദ്ദേഹം എന്താണ്, കണ്ണെല്ലാം ഇങ്ങനെ തുറന്നിങ്ങനെ ഇരിക്കുന്ന ഒരു ഭാവമാണ്. ആ ഒരു ഭാവത്തിൽ എന്താണ്, അദ്ദേഹം ഭയങ്കര മെർസിഫുൾ ആണ്. നമ്മൾ ചോദിച്ചാലെല്ലാം ഭൗതികമായോ, ഹരേ കൃഷ്ണ മോനെ, ഹരേ കൃഷ്ണ, ഭൗതികമായോ ആത്മീയമായോ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ജഗന്നാഥൻ വാരിക്കോരി തരും. അത്ര മെർസിഫുൾ ആണ്. അപ്പൊ ഈ ഒരു രൂപം എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്വാരകയില് പണ്ട് നടന്നൊരു പാസ്റ്റ് ടൈംസ് ആണ് ഇതിന്റെ പിന്നില്. അതായത് ഭഗവാന്റെ പത്നിമാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഭഗവാൻ എപ്പോഴും എന്താണ് പറയുന്നത്, ഈ പത്നിമാരുടെയൊക്കെ കൂടെ 16,108 ഭാര്യമാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും അടുത്ത് ഭഗവാൻ ഈക്വലി വിസ്തരിച്ച് അവിടെയൊക്കെ പ്രസന്നനാണെങ്കിലും എപ്പോഴും ഭഗവാൻ എന്റെ ഹൃദയം മുഴുവൻ എവിടെയാണ് പണയം വെച്ചിരിക്കുന്നത്? വൃന്ദാവനത്തിലെ ഗോപികമാരുടെ പാദങ്ങളിലാണ് പണയം വെച്ചിരിക്കുന്നത്. കാര്യം ഭഗവാൻ വൃന്ദാവനത്തെ പിരിഞ്ഞിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഈ പറയുന്ന ഭാര്യമാർക്കൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്. ഭഗവാൻ അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് അവരുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഹൃദയം എവിടെയോ പണയം വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം പത്നിമാർക്കൊക്കെ മനസ്സിലായി. അപ്പം അവര് ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഗോപികമാരെന്നും രാധയെന്നും വൃന്ദാവനം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പൊ ഇവര് ഈ ഭഗവാന്റെ വൃന്ദാവന ലീലകൾ മുഴുവനും യശോദമായ പോലെ തന്നെ കണ്ട വേറൊരു ഭാഗ്യവതിയായിട്ടുള്ള ഒരു അമ്മയുണ്ട്. ആ അമ്മയാണ് രോഹിണി മാതാവ്. വസുദേവരുടെ 16 ഭാര്യമാരിൽ ഒരാളാണ്. ബലരാമന്റെ അമ്മയാണ്. ബലരാമന്റെ സുഭദ്രമായുടെ ഒക്കെ അമ്മയാണ് രോഹിണി. അപ്പൊ അങ്ങനെ രോഹിണി മാതാവ് ഈ ബാലലീലകളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം വൃന്ദാവനവും ഗോപികമാരെ പറ്റി അറിയാനായിട്ട് ഭഗവാന്റെ പത്നിമാരെല്ലാം ഒത്തുകൂടി രോഹിണി മാതാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഈ പറയുന്ന ഗോപികമാര്, വൃന്ദാവനം, ഭഗവാന്റെ ലീലകള്, കൃഷ്ണലീലകള്, അതുപോലെ തന്നെ എന്താണ് ഈ രാധാറാണിക്കും ഗോപികമാർക്കും ഇത്ര പ്രത്യേകത?
ഭഗവാൻ എന്താ ഞങ്ങളെക്കാളൊക്കെ താല്പര്യം അവരോട്, എപ്പോഴും അവിടുത്തെ കാര്യം പറയുമ്പോൾ ഭഗവാന്റെ കണ്ണ് നിറയുന്നു. ഇതൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താ അതിന് മാത്രം ഇവരുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ, എന്തൊക്കെ ലീലകളാണ് കൃഷ്ണൻ കാണിച്ചത്, അതൊക്കെ ഇങ്ങനെ അതീന്ദ്രിയമാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, രോഹിണി മാതാവ് പറഞ്ഞു, ഞാൻ ഇതെല്ലാം കണ്ടതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. പക്ഷെ എനിക്കിത് പറയാനായിട്ട് സാധ്യമല്ല. കാര്യം ഞാനിത് പറഞ്ഞ് കൃഷ്ണനോ ബലരാമനോ ഇത് കേൾക്കുകയാണെങ്കിൽ അവർ ഇവിടം വിട്ടു പോകുമെന്ന് പറഞ്ഞു. അവർ പിന്നെ വൃന്ദാവനത്തിലേക്ക് പോകും, പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തേ ഇല്ല. കാര്യം അവരത്രയ്ക്ക് അവിടെ അവരുടെ ഹൃദയം കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത്. അവരിവിടെ ഫിസിക്കലി ദ്വാരകയിലാണെങ്കിലും അവർ ഹൃദയം കൊണ്ട് എവിടെയാണ്? അവർ ഹൃദയം കൊണ്ട് വൃന്ദാവനത്തിലാണ്. ഒരിക്കലും വൃന്ദാവനം വിട്ടിട്ട് പിരിയാനായിട്ട് കൃഷ്ണനോ ബലരാമനോ ഒന്നും സാധ്യമല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് പറഞ്ഞു, ഞങ്ങൾ അതിനൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, കൃഷ്ണനും ബലരാമനും ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് സുഭദ്രയെ കാവൽ നിർത്താം. അങ്ങനെ പറഞ്ഞ് സുഭദ്രയെ പുറത്ത് കാവൽ നിർത്തി. അപ്പൊ സുഭദ്ര പുറത്ത് കാവൽ നിൽക്കുകയാണ്. അപ്പൊ അകത്ത് കതക് അടച്ചിട്ട് രോഹിണി മാതാവ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഭഗവാന്റെ പത്നിമാരോടെല്ലാം തന്നെ ഈ ഭഗവാന്റെ ബാലലീലകൾ തന്നെ ഒരുപാടാണല്ലേ. മക്കഞ്ചോർ ലീല, ദാമോദര ലീല, പിന്നെ ഗോപി വസ്ത്രാഭരണ ലീല, ഗോവർദ്ധന ലീല, ബ്രഹ്മവിമോഹന ലീല, പിന്നെ എന്താണ് കാളിയമർദ്ദന ലീല, രാസലീല, അങ്ങനെ അസംഖ്യ ലീലകളാണ്. നമുക്ക് അറിയാവുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഭഗവാൻ അവിടെ വൃന്ദാവനത്തിൽ നിത്യലീലകളാണ് അല്ലേ. അപ്പൊ അങ്ങനെ വൃന്ദാവനത്തിൽ മാത്രം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഋഷിവര്യന്മാർക്കും അതുപോലെ തന്നെ പരമഭക്തർക്കും എന്താണ്, ഈ നിത്യലീലകളെല്ലാം തന്നെ അവരുടെ ഹൃദയത്തിൽ കൂടെ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്ന പോലെ കാണാം. അവര് വൃന്ദാവനത്തിലായാലും വൃന്ദാവനത്തിൽ ഇരുന്ന് തപസ് ചെയ്യുന്നവരായാലും അല്ലാത്തവരും ഭഗവാനെ പൂർണ്ണമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്കെല്ലാം നിത്യലീലകള് ഒരു സ്ക്രീനിൽ പതിയുന്നത് പോലെ പതിയും. ഭഗവാനുമായിട്ട് കൂടുതൽ അടുത്ത് ആ ഒരു മാധുര്യ പ്രേമരസത്തിലേക്ക് വരുന്ന നമ്മൾ ഓരോരുത്തർക്കും ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ലീലകൾ നിങ്ങൾക്ക് അതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ്. അത് എന്താണ്, കൃഷ്ണ രസാമൃതം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, കുടിച്ച് തന്നെ അനുഭവിച്ചറിയണം. കാര്യം ഈ ലീലകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ വീഡിയോ പോലെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ നമ്മൾ കൃഷ്ണ മാധുര്യ പ്രേമഭക്തിയിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ ഈ കൃഷ്ണ ലീലകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ സുഭദ്ര എന്ത് ചെയ്തു, അതൊരു ചെവി വെച്ചിട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി, ഒളിച്ചു കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ ഡോറിന്റെ സെന്ററിൽ ഇങ്ങനെ ചെവി വെച്ചിട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. സുഭദ്ര ഇത് കേട്ടുകൊണ്ടിരുന്ന സുഭദ്ര പരിസരം മറന്നുപോയി. ഈ സമയത്ത് ഇതെന്താണ് സുഭദ്ര ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്, എന്താ പറഞ്ഞ എല്ലാം അടിച്ചു പോയ മാതിരി, എന്താ പറഞ്ഞ ഒരു ലക്ക് ലഗാനും ഇല്ലാത്ത മാതിരി, എന്താ സുഭദ്ര പരിസരം വിട്ട് നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് കൃഷ്ണൻ ബലരാമൻ ഇത് ദൂരെ നിന്ന് കണ്ടു. അവർ ഓടി വന്ന് നോക്കി. സുഭദ്ര ഇവർ വരുന്നതൊന്നും അറിഞ്ഞില്ല. കാര്യം സുഭദ്ര ഇതിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു, ഈ പറയുന്ന കൃഷ്ണ ബലരാമനും വന്ന് ഇതെന്താണ് ഇവിടെ പറയുന്നത് അറിയാൻ ചെവി ഓർത്ത് ഇങ്ങനെ കാതു വെച്ചു. അപ്പൊ സുഭദ്ര നടുക്ക് കൃഷ്ണനും ബലരാമനും രണ്ട് സൈഡിലുമായിട്ട് അവര് ഇങ്ങനെ കാതോർത്തിരുന്നു എന്താണ് കേൾക്കുന്നത്. ഇത് കേട്ട് 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 ഭഗവാനെ പറ്റി തന്നെ കേൾക്കുക. ഭഗവാൻ എന്താണ്, സ്തോത്രപ്രിയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഭഗവാൻ സ്തോത്രപ്രിയനാണ് അല്ലെ. അദ്ദേഹത്തെ പറ്റി തന്നെ ഇങ്ങനെ ഭക്തർ പറയുന്ന കേൾക്കും. അത് പ്യുവർ ഡിവോട്ടിയാണ് ആര്, രോഹിണി മാതാവ്. അപ്പം ഈ രോഹിണി മാതാവ് തന്നെ മാതാവിന്റെ വായിൽ നിന്ന് തന്നെ ഒരു ഡിവോട്ടിയുടെ വായിൽ നിന്ന് ഭഗവാനെ പറ്റി പറയുന്ന കേൾക്കാൻ ഒന്നുകൂടെ കൂടി മധുരമാണ് സാധാരണക്കാരുടെ അടുക്കൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ല. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, ഭഗവാൻ ഇത് കേട്ടു, ബലരാമൻ കേട്ടു, സുഭദ്ര കേട്ടു. അവരെന്താണ്, അവരുടെ കിളി പോയെന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് സംഭവിച്ചത്, അവരുടെ കണ്ണെല്ലാം ഇങ്ങനെ വലുതായി അന്താളിച്ചിങ്ങനെ തുറിച്ചിങ്ങനെ വലുതായി. അവരുടെ മൂക്ക് എന്ത് ചെയ്തു, ഉൾവലിഞ്ഞു. വായ് എന്ത് ചെയ്തു, ഇവിടം വരെ ചെവി, കർണം വരെയായി ചെവി ഉൾവലിഞ്ഞു. രണ്ട് കൈ ഉൾവലിഞ്ഞു, രണ്ട് കാല് ഉൾവലിഞ്ഞു. അപ്പൊ ഇതിന് ഒരു വിപ്രലംബ ഭാവം എന്ന് പറയും. അതായത് ചൈതന്യ മഹാപ്രഭുവിനുള്ള ഒരു ഭാവമാണ്. പരിസരം മറന്നു ഇന്ദ്രിയങ്ങളെ, ശരീരത്തെയും തന്റെ ഇന്ദ്രിയങ്ങളെ, നമ്മളൊരു ശ്ലോകം പഠിച്ചല്ലോ അല്ലെ, തന്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുന്നത് പോലെ എന്ത് ചെയ്തു, ഈ ഭഗവാനും സുഭദ്രാമായും മറ്റേ ജഗന്നാഥനും ബലരാമനും എല്ലാം കൂടി അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവലിഞ്ഞു. അവര് വേറൊരു ലോകത്തിലായി. ഈ സമയത്ത് ഇവര് മൂന്ന് പേരൂടെ ഈ നിൽക്കുന്ന ഇത് കാഴ്ച കണ്ടത് ആരാണ്? ആ സമയത്ത് അവിടെ ആഗതനായ നാരദമുനി. നാരദമുനി കണ്ട് നാരദമുനി
അവരുടെ പാദങ്ങളിൽ വീണിട്ടും അവരറിയുന്നില്ല. പിന്നെ നാരദമുനി ഭക്തനല്ലേ, ഭക്തൻ എന്ത് ചെയ്തു? സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? എന്താ പറയുക, ആ ഒരു ഇതിൽ നിന്ന് തിരിച്ചു വന്നു ഭഗവാൻ. ഇവർ മൂന്ന് പേര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ഇവരല്ലാതായിട്ടിരിക്കുന്ന ഒരു രൂപത്തിലാണ്. അവരെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവര് തന്നെ അല്ലാതായി മാറി. അപ്പൊ അപ്പം എന്ത് പറഞ്ഞു? നാരദമുനിക്ക് മനസ്സിലായി ഭഗവാൻ ഏറ്റവും കൂടുതൽ എന്താണ് പറയുന്നത്, ആനന്ദവും പ്രേമവും സ്നേഹവും എല്ലാം അനുഭവിച്ച ഒരു രൂപമാണ്. അപ്പൊ ഈ രൂപം എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ഇനിയും കാണണം, എപ്പോഴും കാണണം എന്ന് പറഞ്ഞ് നാരദമുനി അഭ്യർത്ഥിച്ചു. നാരദമുനി പരമഭക്തനല്ലേ ഭഗവാന്റെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ രൂപത്തിൽ ഞങ്ങള് എന്ത് ചെയ്യും? ഇനി കലിയുഗത്തിൽ ഞങ്ങള് ഇതുപോലെ തന്നെ ജഗന്നാഥപുരിയിൽ പ്രത്യക്ഷപ്പെടാൻ പോവാണെന്ന് പറഞ്ഞു. കലിയുഗത്തിൽ ഈ ഒറീസയിലുള്ള നീലാചലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് ഇതേ രൂപത്തിൽ ഞങ്ങൾ അവതരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എന്നെ ഈ രൂപത്തിൽ ദർശിക്കാനായിട്ടാവുന്നതാണ് എന്ന് പറഞ്ഞ് എന്താ പറയുന്നത്, ഈ നാരദമുനിക്ക് വാക്ക് കൊടുത്തു ഭഗവാൻ. അപ്പൊ അങ്ങനെ ആ ഒരു രൂപത്തിൽ നമ്മൾ കലിയുഗത്തില് ഒറീസയിലുള്ള ഭുവനേശ്വറിനടുത്തുള്ള പുരി എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ജഗന്നാഥപുരി എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ ഭഗവാൻ എന്ത് ചെയ്തു? ഇതേ രൂപത്തിൽ നമ്മൾ ഇപ്പൊ ഈ കാണുന്ന രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. കലിയുഗത്തിലെ ഭഗവാന്റെ അവതാരമാണ് ജഗന്നാഥ അവതാരം. അപ്പൊ ഈ അവതാരത്തില് ഇവര് 3 പേരൂടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈ രഥയാത്ര നടത്തുന്നതിന് ഒരുപാട് സ്റ്റോറി ഉണ്ട്, നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. ആദ്യത്തെ രഥയാത്ര നടന്നത് ഈ പറയുന്ന കുരുക്ഷേത്രത്തിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. കുരുക്ഷേത്രത്തില്. അപ്പം ഈ കുരുക്ഷേത്രത്തിന്റെ അവിടെ ഒരു തീർത്ഥത്തിന്റെ പേരെന്ന് പ്രഭാസ തീർത്ഥം അല്ലല്ലോ, വേറൊരു തീർത്ഥമാണ്. അവിടെ ഇതുപോലെ തന്നെ ദ്വാരകയിൽ നിന്ന് എല്ലാവരും വന്ന് എന്ത് ചെയ്തു? ഈ പൗർണമി അമാവാസിക്ക് ഇങ്ങനെ ഈ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാനായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. അപ്പം ഈ കൃഷ്ണൻ വൃന്ദാവനമായിട്ട് പിരിഞ്ഞിരിക്കില്ലേ, കൃഷ്ണനും ബലരാമനും അതുപോലെ തന്നെ സുഭദ്രയും ഒക്കെ 3 രഥങ്ങളിലായിട്ട് എത്തി. അതുപോലെ തന്നെ ഈ ഭഗവാന്റെ അമ്മമാരൊക്കെ ഉണ്ട്, ദേവകി മാതാവുണ്ട്, വസുദേവരുണ്ട്. പുഷ്കര തീർത്ഥം എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ശരിയാ മാതാജി പറഞ്ഞ ശരിയാ. പ്രയാഗ തീർത്ഥം, പ്രഭാസ തീർത്ഥം അതൊക്കെ ഇങ്ങോട്ട് മാറിയാണ്. അതൊക്കെ ദ്വാരകയിലാണ് മാതാജി. അതെ, അപ്പൊ ഇത് പുഷ്കര തീർത്ഥമാണിത്. പുഷ്കര തീർത്ഥം തന്നെയാണ് എൻ്റെ ഓർമ്മ. വിട്ടുപോയി ഞാൻ എന്താ പറഞ്ഞ, ഞാൻ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന അല്ലാത്ത കാരണം എനിക്ക് ഓർമ്മ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. അപ്പൊ അവിടെ വന്ന് എന്ത് ചെയ്തു? ഇവര് ഈ സ്നാനത്തിന് വന്നു. എന്നിട്ട് അവിടെ ബലിതർപ്പണാദികൾ അർപ്പിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ വിവരം അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് വൃന്ദാവനവാസികൾക്ക് എത്തിച്ചേരാനായിട്ട് എളുപ്പമാണ്. ദ്വാരകയിലേക്ക് ചെല്ലാണ്ട് കുറച്ച് ദൂരം കൂടുതലുണ്ട്, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അവർക്ക് അധികം ദൂരമില്ല. അപ്പം ഇതറിഞ്ഞ് വൃന്ദാവനവാസികൾ എല്ലാവരും കൂടി അവിടെ വന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കൃഷ്ണനും ബലരാമനും സുഭദ്ര അവരവരുടെ തേരുകളിലായിട്ടിരുന്ന് യാത്ര തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു? ഈ ഗോപന്മാരും എല്ലാവരും കൂടി കൃഷ്ണനെ എന്ത് ചെയ്തു? അവർ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. കാര്യം കൃഷ്ണനോട് പറഞ്ഞു, ഈ കിരീടവും ഇതെല്ലാം ഊരിക്കളയ, എന്താണ് പഴയ ഗോപപാലനായിട്ട് തന്നെ വരൂ എന്ന് പറഞ്ഞ് കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ് അവര്. ഇതൊന്നും നിനക്ക് ചേരില്ല, അല്ല, ഈ കിരീടവും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്നും ചേരത്തില്ല, നമ്മുടെ കൂടെ വന്ന് ഒരു ഗോപാലകനായിട്ട് തന്നെ നീ വരിക എന്ന് പറഞ്ഞ് അവര് എന്നിട്ട് പിടിവലി കൂട്ടുന്നു. അവരെല്ലാരും കൂടി എന്ത് ചെയ്തു? വൃന്ദാവനത്തിന്റെ ഡയറക്ഷനിലേക്ക് ഭഗവാനെയും ഈ 3 രഥവും വലിക്കുകയാണ്. അങ്ങനെ 3 രഥവും വലിച്ച് അങ്ങനെയാണ് ആദ്യത്തെ രഥയാത്ര നടക്കുന്നത്. അപ്പം ആ 3 രഥവും വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഇതേ സമയത്ത് ദ്വാരകാവാസികള് ഭഗവാന്റെ പത്നിമാരും അവരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു, രഥത്തെ പിടിച്ച് തിരിച്ച് ഇങ്ങോട്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും വടംവലി മത്സരമായി. അങ്ങനെ വന്നിട്ട് പിന്നെ ബ്രഹ്മദേവനടക്കം പല ദേവന്മാരും വന്ന് ആണ് അത് സോൾവ് ചെയ്തത്. അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് പ്രോമിസ് ചെയ്യുകയാണ്, അങ്ങനെ വൃന്ദാവനത്തിലേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ട്, ഞാൻ വർഷത്തില് ഒരു പ്രാവശ്യം വൃന്ദാവനത്തിലേക്ക് എത്തിക്കോളാം എല്ലാവരെയും കാണാനെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു പാസ്റ്റ് ടൈംസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രഥയാത്ര കൊണ്ടാടുന്നത്. കാര്യം ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോവാണ്. അപ്പൊ ഭഗവാന്റെ ആ ഒരു മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഭയങ്കര വലിയ ഒരു മൂഡാണ് ഭഗവാന്റെ. അപ്പൊ അത് എന്താണ് പറയുന്നത്, ഭഗവാൻ ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ആനന്ദമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഭഗവാനോട് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തന്നെ
ഭഗവാൻ തരാം. അത്രയ്ക്ക് പ്രസിദ്ധമാണ്. ചപ്പൻ ഭോഗൊക്കെയാണ് ഭഗവാന് കൊടുക്കുന്നത്. ഓരോരുത്തരും ചപ്പൻ ഭോഗ് കൊണ്ടേ കൊടുക്കുവാണ്. നമ്മളിപ്പം നമ്മൾ കാണാം എപ്പോഴും എപ്പോഴും ഭഗവാൻ ഭോഗം ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു, പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ മറ്റുള്ള ജാതിക്കാർക്കും മതസ്ഥർക്കും ഒക്കെ കയറാനായിട്ടും അവിശ്വാസികൾ കയറാനായിട്ടൊക്കെ ഒരു വിലക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, വർഷത്തില് അതുപോലെ തന്നെ ഒരു ഐറ്റവും ഇല്ല, ഒന്നുമില്ല, ഭഗവാന് ആർക്ക് വേണമെങ്കിലും തൊടാം, അല്ലേ? അങ്ങനെ ഒരു രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ദർശിക്കണം. അതായത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭഗവാനെ കാണുകയും അതുപോലെ തന്നെ ആ ഭഗവാന്റെ മെർസിക്ക് പാത്രമാവുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ആ രഥയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഗുണ്ടിജ മന്ദിരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ആണ് വൃന്ദാവനമായിട്ട് കണക്കാക്കുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്, അവിടുന്ന് കഴിഞ്ഞ് പിന്നെ മടക്കയാത്രയുണ്ട് തിരിച്ച് ജഗന്നാഥപുരിയിലേക്ക്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഭഗവാൻ എന്താണ് കൂടുതൽ സന്തോഷവാനായിട്ട് ഇരിക്കുന്നത്. അതായത് വളരെ വളരെ അധികം സമയം എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരും. പിന്നെ എന്താണ്, അപ്പൊ അതിന്റെ ഒരുപാട് കഥകളുണ്ട്. നീലാചല ഡാമും അവിടെ നിന്ന് ജഗന്നാഥപുരി ആയതും കടലിൽ കൂടെ തടി ഒഴുകി വന്നതും ഇവിടുത്തെ പാസ്റ്റ് ടൈംസ്, ജഗന്നാഥപുരിയിലെ അത്ഭുതങ്ങള്. ഹരേ കൃഷ്ണ. നെറ്റ്വർക്ക് കയറിയോ? ശരി ശരി ശരി. അപ്പൊ അങ്ങനെ എന്താണ് പറയുന്നത്, അതിന് ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് ഭഗവാന്റെ എന്താണ് പറയുന്നത്, ഭഗവാന്റെ ആ കാരുണ്യത്തിന് ഉള്ള ഒരുപാട് പാസ്റ്റ് ടൈം സ്റ്റോറി അവിടെ വളരെ ഗംഭീരമായ പല സ്ഥലങ്ങളുണ്ട്. ജഗന്നാഥപുരിയിൽ പോയിട്ടുള്ളവർക്കൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ ഗംഭീരമുണ്ട്. അതുപോലെ തന്നെ സിദ്ധബക്കുള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ സ്വർഗോദാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നീലാചൽ ഡാമുണ്ട്. അതുപോലെ തന്നെ അളേർനാഥ് ഉണ്ട്. പിന്നെ സാക്ഷി ഗോപാലുണ്ട്. ചോട്ടാ ഗോപിനാഥ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് പാസ്റ്റ് ടൈംസ് നടന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ചൈതന്യ മഹാപ്രഭു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യലീല ജഗന്നാഥപുരിയിലായിരുന്നു. ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്, ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കയറത്തില്ല. അദ്ദേഹത്തിന് നിൽക്കാൻ ഒരു സ്ഥാനമൊക്കെ ഉണ്ട്. കാര്യം അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, ജഗന്നാഥന്റെ രൂപവും ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് പറയുന്ന ആ ഒരു ഭാവം എല്ലാം മാറും. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നാണ് തൊഴുന്നതൊക്കെ. അപ്പൊ അങ്ങനെ രഥയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. അപ്പൊ അങ്ങനെ ഒരു രഥയാത്ര എന്താണ്, നിങ്ങളെല്ലാവരും ഭഗവാനെയും ബലരാമനെയും ബലദേവനെയും സുഭദ്രമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വലിച്ചു കയറ്റുക. അവരെ ഒരിക്കലും അവിടെ നിന്ന് ഇറക്കി വിടാതെ ഇരിക്കുക. കാര്യം അതാണ് നമ്മൾ ഈ രഥയാത്രയിൽ ചെയ്യേണ്ടത്. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു രഥം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കാം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഞാനൊരു ചെറിയൊരു രഥം ടേബിളിലുണ്ടാകും. ഇപ്പൊ ടേബിളില് സൗകര്യം ഇല്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് ആദ്യം നമ്മളൊരു ഓൺലൈൻ രഥയാത്ര നടത്തിയായിരുന്നു. ഇപ്രാവശ്യം ഞാനത് നേരത്തെ എനിക്ക് രഥയാത്ര എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ക്ലാസ് പ്ലാൻ ചെയ്ത് പോയി. അല്ലെങ്കിൽ നമുക്ക് രഥയാത്രയായിട്ട് തന്നെ നടത്താമായിരുന്നു. പിന്നെ ഞാൻ കാണാവോ ആർക്കെങ്കിലും? കാണാവോ? ഇപ്പൊ കാണാം കാണാം. കാണാം കാണാം. കണ്ടു കണ്ടു. അപ്പം അതൊന്നും ശരിയാക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ക്ലാസ്സിന് മുൻപെയാണ് ഞാനിത് ഇറക്കി വെച്ചത്. ഒരു കവറിനകത്ത് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ പ്രതീകാത്മകമായിട്ട് രഥയാത്രയുടെ ദിവസം കൂടെ ആയ കാരണം നിങ്ങളെല്ലാവരും ഈ റോപ്പിൽ പിടിക്കുക, സങ്കല്പിക്കുക. എന്നിട്ട് ഞാൻ ഈ വലിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്താ പറയുക, രഥത്തിൽ പിടിച്ച് വലിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവാതു മേ. ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവാതു മേ. ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് സ്വാമി ജയ് ജഗന്നാഥ്. ജയ് ബലദേവോ ജയ സുഭദ്രാം. ജയ് ബലദേവോ ജയ സുഭദ്ര. ജഗന്നാഥ സ്വാമി നയന പദഗാമി നയന പദഗാമി ഭവാതു മേ. ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് സ്വാമി ജയ് ജഗന്നാഥ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. കദാചിത് കാളിന്ദീ തട വിപിന സംഗീത കരവോ. മുദാഭീരി നാരീവദന കമലാസ്വദാമാധുപ സദാ സിന്ധു. രമാശംഭു ബ്രഹ്മാമര പതി ഗണേശാർച്ചിത പാദോ. ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവതു മേ. ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവതു മേ. അപ്പൊ ഇത് ശങ്കരാചാര്യർ എഴുതിയ ജഗന്നാഥ അഷ്ടകത്തിന്റെ ആദ്യത്തെ ലൈനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പം കഥാജിത് കാളിൽ നിന്ന് വളരെ നല്ലൊരു സോങ് ആണത്. അതിന്റെ ട്യൂണൊക്കെ പഠിച്ച് നമുക്ക് സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് അത് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് പോകാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിന്റെ സമാപനമാണ്. രണ്ടാമത്തെ അധ്യായത്തിലെ 70, 71, 72 ശ്ലോകങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശ്ലാഘയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സപാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാനിതാം ചാം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസ്തേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം മംഗല്യങ്കായതേ ഗിരി യത്കൃപാദമാം വന്ദേ ശ്രീഗുരു ദീനധാരണം പരമാനന്ദ മാധവം ശ്രീചൈതന്യേശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനി നാമിനി നമാചാര്യായ പദാനിതായ കൃപാപ്രദായിനി ഗൗരഗദാ ദാമോദായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപ അധ്യായം 2, 2 ഗീതാ വിഷയ സംഗ്രഹം 70-ാമത്തെ ശ്ലോകം. 70 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 ശ്ലോകം. 70
ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ആപര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമപ്നോതി ന കാമകാമീ. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ മാതാജി മ്യൂട്ടായി പോയി. വാസുദേവായ. ആപുര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വദ ത്വദാത്മകാമായം പ്രവിശന്തി സർവേ ശാന്തിവാപ്നോതി ന കാമകാമീ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് വിലാസിനി മാതാജി, ലോകം. ഹരേ കൃഷ്ണ. ആപൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിം ആപ്നോതി ന കാമകാമീ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതിന്റെ പദാനുപത തർജ്ജമ. ജയ ശിലപ്രഭാത്. ആപൂര്യമാണം സദാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും അജലപ്രതിഷ്ഠം അടിയുറച്ചതുമായ സമുദ്രം, സമുദ്രത്തെ ആപ ജലം യദ്വത് പ്രവിശന്തി യാതൊരു പ്രകാരമാണോ പ്രവേശിക്കുന്നത് തദ്വത് അതുപോലെ സർവേ കാമ സകല കാമങ്ങളും യം പ്രവിശന്തി സ്ഥിതപ്രജ്ഞനായ യാതൊരുവനിൽ പ്രവേശിക്കുന്നുവോ സ അവൻ ശാന്തിയും ശാന്തിയെ ആപ്നോതി പ്രാപിക്കുന്നു. കാമകാമി ആഗ്രഹപൂരണത്തിന് ആഗ്രഹിക്കുന്നവൻ ന ശാന്തി പ്രാപ്നോതി ശാന്തിയെ പ്രാപിക്കുന്നില്ല. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. ആപൂര്യമാ എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എങ്കിലും ഉൾക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാണ് ശാന്തി ലഭിക്കുന്നത്? നമ്മളിപ്പോൾ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ കുറെ ശ്ലോകങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. എങ്ങനെയാണ് മനസ്സ് സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് വ്യതിചലിക്കാതെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഇന്ദ്രിയങ്ങളെ എങ്ങനെ അടക്കാൻ പറ്റും എന്നുള്ള ഇന്ദ്രിയങ്ങളോ ആറാം ഇന്ദ്രിയമായ മനസ്സിനെയൊക്കെ നമുക്ക് എങ്ങനെ തളച്ച് ചങ്ങലയിൽ ഇടാനായിട്ട് സാധിക്കുക എന്ന് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ്. നമുക്ക് വേറെ പല പൊടിമുടികളിലെ മുകളിലൊക്കെ ചിലപ്പോൾ നിഷ്പ്രയാസം കയറാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇന്ദ്രിയങ്ങളെ തിളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ഒട്ടും തിളക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അർജുനന് സാധിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് അർജുനൻ പറഞ്ഞു. മനസ്സിനെ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് പോലും അർജുനനുണ്ട്. പക്ഷെ എന്ത് സാധ്യമല്ല ഈ പറയുന്ന ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായൊരു കാര്യമാണെന്ന് അർജുനൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ആ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് ഭഗവാൻ പറയുകയാണ്. അപ്പൊ എങ്ങനെയാണ്? അതായത് വളരെ ആർത്ത് അലച്ചിട്ടാണ് നദികളൊക്കെ വരുന്നത് അല്ലെ. നദികൾ ഇങ്ങനെ ഭയങ്കര ആർത്തിരമ്പി കുന്നുകളുടെയും പർവ്വത മലകളുടെയൊക്കെ ഇടയിൽ കൂടെ വളരെ ശക്തമായിട്ട് വന്ന് അത് എപ്പോൾ സമുദ്രത്തിലെത്തുന്നോ അതെന്താ ശാന്തമായി മാറുന്നു അല്ലെ. അത് സമുദ്രത്തിലെത്തുമ്പോൾ ആ സമുദ്രത്തിലെ ജലവുമായിട്ട് ചേർന്നത് ശാന്തമാകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭഗവാനുമായിട്ട് നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കേണ്ട ഒരു സമുദ്രം, അതായത് സമുദ്രത്തെ ഭഗവാനായിട്ട് ഉപമിച്ചിരിക്കുക അരുവി അല്ലെങ്കിൽ ആറിനെ നദിയൊക്കെ നമ്മളായിട്ട് കണക്കാക്കുകയാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം പ്രക്ഷുബ്ധമാണല്ലേ. ഒരു അരുവി അല്ലെങ്കിൽ ആറ് എത്രമാത്രം ആർത്തലച്ച് ഒഴുകുന്നു, അതായത് അത്രയും അതിലും കൂടുതൽ പ്രക്ഷുബ്ധമാണ് നമ്മളുടെ മനസ്സും നമ്മളുടെ ഇന്ദ്രിയങ്ങളും. അപ്പൊ ഇതിനെ ശാന്തമാകണമെങ്കിൽ അത് എപ്പോൾ സമുദ്രത്തിൽ എത്തിച്ചേരുന്നോ, ഒരു അരുവി സമുദ്രത്തിൽ എത്തിച്ചേരുന്നോ അപ്പോഴാണ് അതിന്റെ പൂർണ്ണതയാകുന്നത് അല്ലെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അലകളില്ല, എല്ലാം
പ്രശാന്തമായിട്ടാണ് അല്ലെ. യാതൊരു തരത്തിലുള്ള എന്താണ് പറഞ്ഞ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതായത് എന്താണ് ഇനി കൂടുതൽ എനിക്ക് ഇതുപോലെ ആർത്ത് അലച്ച് പ്രക്ഷുബ്ധമാകണം എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടോ? ഇല്ല. എനിക്ക് കുറവാണ്, കൂടുതലാണ്, അങ്ങനെ ഒരു എല്ലാം എന്താണ് തുല്യമായി മാറി. ആ ഒരു ഏകത അനുഭവപ്പെട്ടു അല്ലെ. സമുദ്രത്തിൽ അങ്ങനെ പ്രശാന്തമായി വിസ്തരിച്ച് കിടക്കുകയാണ് അല്ലെ. ഒന്നിനും കുറവില്ല സമുദ്രത്തിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു പുഴ എങ്ങനെ എത്തിപ്പെട്ടോ അതുപോലെ തന്നെ നമ്മള് എന്താണ് നമ്മളുടെ ഈ ആഗ്രഹങ്ങളെ എല്ലാം തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ശാന്തി ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നു. അപ്പൊ ശാന്തി ലഭിക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ പ്രക്ഷുബ്ധനാക്കാതെ നമ്മൾ ഈ അലകളെല്ലാം ഒഴിഞ്ഞ് ഭഗവാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഭഗവാനിലേക്ക് ലയിപ്പിക്കണം. അപ്പൊ അങ്ങനെ മറിച്ച് ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല, ആഗ്രഹങ്ങളെ നിറവേറ്റാനായിട്ട് വീണ്ടും 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 യത്നിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഈ പറയുന്ന പോലെ ശാന്തി ഒരിക്കലും കിട്ടില്ല. കാര്യം ആഗ്രഹപൂർത്തീകരണം നടന്നില്ല ഉടനെ നമ്മള് വീണ്ടും നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ഡൗൺ ആകും, നമ്മളുടെ മനസ്സ് ഡൗൺ ആകും. പിന്നെ ഉടനെ ഡിപ്രഷനായി അതായി ഇതായി കയറെടുക്കുക, അടുത്ത എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂരിടാനുണ്ടോ എന്ന് നോക്കുക, ഇതൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഇതൊക്കെയാണ് അടുത്ത ഇത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മനസ്സിനെ പ്രക്ഷുബ്ധനാകാനായിട്ട് അനുവദിക്കരുത്. മനസ്സിനെ പ്രക്ഷുബ്ധനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു പുഴ അല്ലെങ്കിൽ ഒരു നദി എങ്ങനെ അതിന്റെ ഓളങ്ങളെ ശാന്തമാക്കി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് അതിന് സർവ്വസമാധാനവും ശാന്തിയും ഉണ്ടായത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഭഗവാനിലേക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളെയും എല്ലാം ഭഗവാനിലേക്ക് ലയിപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നത്, നമുക്ക് ഈ പരമമായ ആ ശാന്തി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നതിന്റെ ഭാവാർത്ഥം നമുക്കൊന്ന് വായിക്കാം. ഷിബി മാതാജി. ഭാവാർത്ഥം: അതിവിപുലമായ സമുദ്രത്തിൽ എന്നും വെള്ളം നിറഞ്ഞു കിടക്കുന്നു. എന്നിട്ടും എപ്പോഴും വിശേഷിച്ചും വർഷകാലത്ത് അധികം വെള്ളം അതിലൊഴുകിച്ചേരുകയും ചെയ്യുന്നു. എങ്കിലും സമുദ്രം ഒരേ മട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് ശാന്തമാണ്, കര കവിഞ്ഞൊഴുകുന്നുമില്ല. കൃഷ്ണാവബോധം ഉണർത്തുന്ന ഒരാളെ കുറിച്ചും ഇതാണ് വാസ്തവം. ശരീരമുള്ള കാലത്തോളം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അതിന്റെ അഭിലാഷങ്ങളും തുടരും. സ്വയം തൃപ്തനായ ഭക്തനെ ഇവയ്ക്ക് ശോഭിപ്പിക്കാനാവില്ല. കൃഷ്ണാവബോധം ഉറച്ചവന് ആവശ്യങ്ങളില്ല. ഭഗവാൻ ഭക്തന്റെ ഭൗതിക ആവശ്യം എന്തും നിറവേറ്റുന്നു. സമുദ്രത്തെ പോലെയാണ് അയാൾ, സദാ പരിപൂർണൻ. പുഴവെള്ളം പോലെ ആഗ്രഹങ്ങൾ തന്നിലേക്ക് ഒഴുകിയേക്കാം, എങ്കിലും അവൻ ഇന്ദ്രിയാഭിലാഷങ്ങളാൽ തെല്ലും കുലുക്കപ്പെടാതെ സ്വകർമ്മ നിരതനായി തന്നെ ഇരിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോലും വിഷയസുഖപൂരണത്തിനുള്ള പ്രവണത തീരെ ഇല്ലാതാവുകയാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തന്റെ പ്രധാന ലക്ഷണം. അതീന്ദ്രിയ പ്രേമഭരിതമായ ഭഗവത് സേവനത്താൽ ആകയാൽ ഭക്തന് സമുദ്രത്തെ പോലെ അക്ഷോഭ്യനായി ശാന്തി നേടാൻ കഴിയും. ഭൗതികമായ വിജയം മാത്രമല്ല, മുക്തിലാഭം വരെയുള്ള അഭിലാഷങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നവർക്കാട്ടെ ഒരിക്കലും ശാന്തി ലഭ്യമല്ല. ഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും മോക്ഷേച്ഛുക്കളും നിഗൂഢ ശക്തികൾ നേടാൻ ഉദ്ദേശിക്കുന്ന യോഗികളുമെല്ലാം ആഗ്രഹ നിവൃത്തി കൈവരാത്തത് കൊണ്ട് എപ്പോഴും ദുഃഖിതരാണ്. കൃഷ്ണാബോധമാർന്ന ആളാകട്ടെ ഭഗവത് സേവനം കൊണ്ട് സംതൃപ്തനാണ്. തനിക്ക് നിറവേറ്റാനായി ഒരാഗ്രഹവുമില്ല. വാസ്തവത്തിൽ അയാൾ ഭൗതിക ബന്ധനത്തിനുള്ള മോചനം കൂടി ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണ ഭക്തന്മാർക്ക് ഭൗതിക അഭിലാഷങ്ങൾ ഏതുമില്ല. അതുകൊണ്ട് അവർക്ക് പരിപൂർണമായ ശാന്തി ലഭിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ. കാര്യം ഞാനെല്ലാം അത് പറഞ്ഞിരുന്നു, അതിന്റെ സിമിലർ ആയിട്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരമുള്ള കാലത്തോളം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അഭിലാഷങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും അല്ലെ. അപ്പൊ സ്വയം സംതൃപ്തനായ ഒരാൾക്ക് പിന്നീട് എന്താണ് പറയുന്നത്, പിന്നീട് വരുന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ആസക്തിയില്ല. സ്വയം തന്നെ സംതൃപ്തനാണ്, അല്ലെങ്കിൽ ഇതിൽ മതി, ഇത് ഇത്രയും മതി എനിക്ക്, അതായത് ഭഗവാൻ തന്നിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇത്രയും മതി. കൂടുതൽ ആഗ്രഹിക്കുമ്പോഴാണെന്നാണ് മോഹഭംഗം ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെ തന്നെ സമുദ്രം എന്ന് പറയുന്നത് എന്താണ്, വളരെ അഗാധതയുള്ളതാണ് അല്ലെ, പരപ്പുള്ളതാണ്. അതായത് ഭഗവാനെ പോലെ തന്നെ എന്താണ് പറയുന്നത്, ഇമ്മൻസീവ് മെർസി ആണ് അല്ലെ. സമുദ്രത്തെ നമ്മൾ അതുപോലെ സമുദ്രത്തിന്റെ ആഴെന്ന് പറഞ്ഞ് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതുപോലെ പരപ്പോ
അത്ര പരന്നു കിടക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് ഭഗവാനും അതുപോലെ തന്നെ, ഭഗവാൻ അത്ര വിശാലതയാണ്, അതുപോലെ തന്നെ അത്ര ശാന്തമാണ്, അത്ര വികസിച്ച് കിടക്കുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഭഗവാനിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് ഭഗവാനിലേക്ക് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ഭഗവാനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളെയും ആഗ്രഹങ്ങളെയും ഇന്ദ്രിയ നിഗ്രഹത്തെയൊക്കെ വളരെ ഈസിലി ആ ഒരു നദി എങ്ങനെ അത് ശാന്തമായി എന്ന് പറഞ്ഞ പോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ ആഗ്രഹ നിവൃത്തി കൈവരുത്താത്തതുകൊണ്ട് യോഗികൾ പോലും ദുഃഖിതരാണ്. യോഗികൾക്ക് പോലും ഈ ദുഃഖം വരുന്നുണ്ട്. കൃഷ്ണാവബോധമാർന്ന ആളാകട്ടെ ഭഗവത് സേവനം കൊണ്ട് സംതൃപ്തനുമാണ്. അപ്പൊ ഭഗവത് സേവനം കൊണ്ട് കൃഷ്ണാവബോധം ഉള്ള ആള് സംതൃപ്തനാണ്. എന്താ, എനിക്ക് ഭഗവാൻ എന്ത് തരുന്നോ അത് മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട. കൂടുതൽ വരുമ്പോഴല്ലേ അത് കിട്ടാതിരിക്കുമ്പോഴുള്ള ദുഃഖവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം സംതൃപ്തനാണ്. തനിക്ക് നിറവേറ്റാനായിട്ട് ഒരു ആഗ്രഹവും ഇല്ല. ഇനി തനിക്ക് നിറവേറ്റാനായിട്ട് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നും ഇല്ല. എനിക്ക് ഭഗവാന്റെ സേവ ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് എത്തുക, ഇത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. ഭഗവാൻ എന്ത് തരുന്നു അതുകൊണ്ട് സന്തോഷപൂർവ്വം ഞാൻ ഇനി ജീവിച്ചു പോകും എൻ്റെ ജീവിതകാലം. എൻ്റെ ജീവൻ എപ്പോഴാണ് എടുക്കുന്നതെങ്കിൽ നിന്റെ അംശം തന്നെയാണ് ഉള്ളത് കൊണ്ട് ഞാൻ ചലിക്കുന്നു, എണീറ്റ് നടക്കുന്നു, നിനക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യുന്നു. അപ്പൊ ഇതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അത് എപ്പോൾ നിനക്ക് എടുക്കണം തോന്നുന്നു, ഏത് സമയവും ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. കാര്യം എനിക്ക് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരണം. ഇനി ഒരു ജന്മം കൂടെ എടുക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. ഈ ഒരു മനോഭാവം നമ്മൾ വെച്ച് പുലർത്തുകയാണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ്, പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല അല്ലേ. അപ്പൊ അവർക്ക് വാസ്തവത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം കൂടി ആഗ്രഹിക്കുന്നില്ല. അതായത് അവർ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നൊരു മോചനവും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം കൂടെ കൂടി പോലും കാണത്തില്ല. കാര്യം അത് ഭഗവാനല്ലേ ചെയ്യുന്നത്. ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നൊരു മോചനം എന്ന് പറയുന്ന ഒരു വാക്കുകൾ ഞാനിപ്പോ പറഞ്ഞെങ്കിൽ കൂടി ഇങ്ങനെയുള്ള സ്വയം സംതൃപ്തനായ വ്യക്തികൾ അതുപോലും ആഗ്രഹിക്കാറില്ല. ഈവൻ ഭഗവാന്റെ ധാമത്തിൽ എത്തണമെന്നും ആഗ്രഹിക്കാറില്ല. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ്, ഭഗവാൻ അത് അറിഞ്ഞു ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഈ ഭഗവാൻ ഇത് അറിഞ്ഞു ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ തന്നെ സ്വയം സംതൃപ്തനായിരിക്കണം. നമ്മൾ തന്നെ നമുക്ക് കിട്ടിയതിൽ എന്താണ്, ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഈ കൈവരിച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്ത് പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാലും അത് എന്നെ ബാധിക്കുന്നില്ല. അത് കാര്യം ഭഗവാൻ അറിയാതെ ഇതൊന്നും നടക്കുന്നില്ല. അപ്പൊ നല്ലതോ ചീത്തയോ എന്നുള്ളത് ഞാൻ എൻ്റെ വീക്ഷണകോണിലല്ലേ കാണുന്നത്. അല്ലാതെ അതിന്റെ കാരണം എന്താണ്, എനിക്ക് മോശം സംഭവിക്കുന്നതിന് കാരണം എന്താണെന്ന് ഞാൻ എന്തിനാ അന്വേഷിച്ചു പോകുന്നത്. ഇത് കാര്യം ഭഗവാൻ അറിയാതെ ഇതൊന്നും വരില്ല. കാര്യം ഇത് ഏതെങ്കിലും ജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും കർമ്മത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഞാൻ ഇത് അനുഭവിക്കുന്നതെന്ന് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്താണ് കൂടുതൽ അതിനെ നല്ലതും മോശവും, അല്ലെങ്കിൽ എനിക്ക് മോക്ഷം ഞാൻ എന്തിനാണ് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. മോക്ഷമോ അല്ലെങ്കിൽ ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് വേർപെടാനോട്ടോ ആഗ്രഹിക്കുന്നു. അതുപോലും ഭഗവാന്റെ ഇച്ഛയാൽ ഓട്ടോമാറ്റിക്കലി നടന്നുകൊള്ളും അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പരിപൂർണമായ ശാന്തി ലഭിക്കുന്നു. ഇനി 71-ാമത്തെ ശ്ലോകം. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമഗച്ഛതി. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. ഹരേ കൃഷ്ണ. പത്മമാതാജി. കേൾക്കത്തില്ലല്ലോ. കേൾക്കുന്നില്ല മാതാജി. മ്യൂട്ടും അൺമ്യൂട്ടും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നു. ഹരേ കൃഷ്ണ. അത് ഒട്ടപ്പം മാറിപ്പോയി. ഹരേ കൃഷ്ണ. വിഹായ കാമാൻ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സ ശാന്തിം അധിഗച്ഛതി. ഹരേ കൃഷ്ണ. സുജന മാതാജി. വിഹായ കാമാന്യ സർവാൻ പുമാം ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹംഭാര സ ശാന്തിമതിം ഗച്ഛതി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദയുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. യാ പുമാൻ യാതൊരു
പുരുഷൻ സർവകാമാൻ ഇന്ദ്രിയ സുഖത്തിനുള്ള ഭൗതിക വാഞ്ചകളും വിഹായ ഉപേക്ഷിച്ചിട്ട് നിസ്പൃഹ നിഷ്കാമനായി ചരതി ജീവിക്കുന്നുവോ, നിർമ്മമാൻ ഉടമസ്ഥാവകാശബോധമില്ലാതെ നിരഹങ്കാര നിത്യാഹങ്കാര രഹിതനുമായ സ അവൻ ശാന്തി പൂർണ്ണശാന്തിയെ അധികച്ചതി പ്രാപിക്കുന്നു. അപ്പം ഇനി അടുത്ത് വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. എല്ലാ വൈഷയികാഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമസ്ഥാവകാശവും ബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയുകയുള്ളൂ. അപ്പൊ വീണ്ടും ആ ഒരു ശാന്തി മന്ത്രത്തിന്റെ ലെവലിലേക്ക് ശ്ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അന്ത്യത്തിലേക്ക് ഈ അധ്യായത്തിന്റെ മക്കള് അപ്പം എല്ലാ വൈഷയിക അഭിലാഷങ്ങളിൽ നിന്ന്, അതായത് വിഷയങ്ങളാൽ ഉണ്ടാകുന്ന അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി, സ്വന്തമായിട്ട് മുക്തനായിട്ട് എല്ലാത്തര ഉടമസ്ഥാവകാശ ബോധവും മിഥ്യാ അഹംഭാവവും ഉപേക്ഷിച്ചവനായി. അപ്പം നമ്മൾ എല്ലാ തരത്തിലുള്ള ഉടമസ്ഥാവകാശം, നമ്മളുടെ ആണ് അതിന്റെ പ്രൊപ്പറേറ്റർ എന്നുള്ള ആ ഉടമസ്ഥാവകാശം, ഞാനാണ് ഇത് ചെയ്തത് എന്നുള്ളത് അദ്ദേഹം ഒഴിവാക്കി മിഥ്യാഹംഭാവം ഉപേക്ഷിച്ചവനായി. മിഥ്യാഹംഭാവം ഉപേക്ഷിച്ച്, എന്താണ് മിഥ്യാഹംഭാവം? ആർക്കാ പറയാവുന്നത്? ഞാനെന്ന ഭാവം, ഞാനാണ്, ഞാൻ ഈ ശരീരമാണെന്ന് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഇത് അല്ലെ, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഒരു ഭാവം, മിഥ്യാഹംഭാവം. കാര്യം അത് മിഥ്യ എന്ന് പറയാൻ കാര്യം എന്താണ്? ശരീരം എന്ന് പറയുന്നത് തന്നെ ഒരു മിഥ്യയാണ് അല്ലെ, നശ്വരമാണ്. ഇല്ലാത്തതാണ് അല്ലെ. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇന്ന കുലത്തിൽ പിറന്നു, ഞാൻ ഇന്ന ആളുടെ മകനാണ്, ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനാണ്, എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു, ഞാൻ ഇല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അഹംഭാവം, ആ മിഥ്യാ അഹംഭാവം, ഉടമസ്ഥാവകാശം, ഞാൻ എന്നുള്ളതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് നിസ്പൃഹനായി വർത്തിക്കുന്നതിന് മാത്രമേ ശരിക്കും ശാന്തി നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ വിഷയങ്ങളാൽ ഉണ്ടാകുന്ന അഭിലാഷങ്ങൾ, ഓരോരോ ഇന്ദ്രിയ വിഷയങ്ങളാൽ ഉണ്ടാകുന്ന അഭിലാഷങ്ങൾ, ആ ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു. ഓരോ ഇന്ദ്രിയങ്ങളും ഓരോരോ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് സ്വയം മുക്തനാകണം. അതിന് വേണ്ടിയിട്ട് വഴി കണ്ടുപിടിക്കും. ആ വഴിയൊക്കെ ഇനി ഭഗവാൻ തുടർന്നുള്ള അധ്യായങ്ങളിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനെ പറ്റിയുള്ള യോഗയും ധ്യാനവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇനി വരുന്ന അധ്യായങ്ങളിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് മുക്തനാവാൻ. പിന്നെ ഉടമസ്ഥാവകാശം, പ്രൊപ്പറേറ്റർഷിപ്പ്, ഞാനാണിത് ചെയ്തതെന്നുള്ള. അതിൽ പകരം ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനാണ് ഇത് ചെയ്തത്, ഭഗവാനാണ് കാരണം എന്ന് മനസ്സിലാക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ച് ഭഗവാനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തണം. നമ്മൾ ചെയ്തതാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ മിഥ്യാഹംഭാവം, നമ്മളുടെ ശരിയായിട്ടുള്ള അഹംഭാവം നമ്മൾ ഭഗവാന്റെ അംശമാണെന്നുള്ളതാണ്. നമ്മളുടെ ശരിയായിട്ടുള്ള അഹംഭാവം എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്. അപ്പൊ അതിൽ നമ്മൾ അഹങ്കരിക്കുക അല്ലെ. ഭഗവാന്റെ അംശമാണെന്ന് പറഞ്ഞ് വേണം നമുക്ക് അഹങ്കരിക്കാം. നമ്മൾ ഭഗവാന്റെ അംശമാണ്. എന്താണ് ഭഗവാൻ? പക്ഷെ നമ്മൾ ഒരിക്കലും ഭഗവാന് തുല്യനല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ തുല്യരാണെന്ന് പറഞ്ഞിട്ടാണ് മറ്റു ചില ആൾക്കാർ പോകുന്നത്. നമ്മൾ ഒരിക്കലും തുല്യരല്ല. ഭഗവാന് വിഭുവും നമ്മൾ അണുവുമാണ്. നമ്മൾ ഭഗവാന്റെ അംശമാണ്. അതുപോലെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവകരാണ്, നിത്യദാസനാണ്. ജീവേര സ്വരൂപനെ നിത്യനെ കൃഷ്ണദാസ്, നമ്മൾ ഭഗവാന്റെ ദാസനാണ്. നമ്മളുടെ യഥാർത്ഥ അവസ്ഥ ഭഗവാന്റെ അംശമാണ്. അതുപോലെ തന്നെ എന്താണ്? ഗുണത്തിൽ ഭഗവാനോട് തുല്യതവും അതുപോലെ തന്നെ അളവിൽ ഭഗവാനുമായിട്ട് അജഗജാന്തരം വ്യത്യാസവുമാണ് അല്ലെ. നമ്മളൊരു 1 ഗ്രാം സ്വർണമാണ്, ഭഗവാൻ എന്താണ്? ഒരു സ്വർണ്ണ ഖനിയാണ്. അതുപോലെ നമ്മൾ ഒരു തുള്ളി സമുദ്രത്തിലെ വെള്ളമാണ്, ഭഗവാൻ മഹാസമുദ്രവും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് ശരിക്കും ഉൾക്കൊണ്ട് നമ്മൾ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, യഥാർത്ഥ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരാണ്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്?
നമുക്ക് ശരിക്കും ശാന്തി നേടാനായിട്ട് പറ്റും. നമുക്ക് പിന്നെ അങ്ങനെയുള്ളവരുടെ മനസ്സൊരിക്കലും പ്രക്ഷുബ്ധമാവത്തില്ല. എപ്പോഴും ഓൾവേസ് പീസ്. അതൊരു പീസ് ഫോർമുല എന്ന് പറയുന്ന ഒരു ശാന്തി മന്ത്രമുണ്ട് ഭഗവത്ഗീതയിൽ. അത് ഏതാണെന്ന് പറയാം? പീസ് ഫോർമുല, ശാന്തി മന്ത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും പറയാറുള്ള, എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ള ശ്ലോകമാണത്. പ്രഭു കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ശാന്തി മന്ത്രമാണ് വിട്ട്. അതെ. പൂർണ്ണമതയാണോ പ്രഭു? അല്ല പൂർണ്ണമിതം. അതല്ല, അല്ല, ഗീതയിലെ ഭഗവത്ഗീതയിലെ ശാന്തി മന്ത്രം. ഭഗവത്ഗീതയിലെ ശാന്തി മന്ത്രം. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് അതല്ല മാതാജി, പൂർണ്ണമുദച്യത്തെ. അത് ഉപനിഷത്തിലല്ലേ? ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്യതേ. ഭഗവാൻ എന്താണ്? എല്ലാവർക്കും ശാന്തി മാത്രമേ, സമാധാനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലേ? അതായത് ഈ യജ്ഞങ്ങളുടെ തപസ്സുകളുടെ എല്ലാം ഭോക്താവ് ഞാനാണ്. നമ്മൾ പറയുന്നത് നമ്മളാണെന്നാണ്, അല്ലേ? നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ അത് നമ്മൾ തന്നെ, അത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, നമുക്ക് തന്നെ അത് വെട്ടി വലിച്ച് കഴിക്കണം എന്നുള്ളൊരു ഇതല്ലേ. അപ്പം നമ്മൾ തന്നെ അതിൻ്റെ ഭോക്താവാണ്. പക്ഷെ ഭഗവാൻ പറയുന്നു യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ ഭോക്താവ് ഭഗവാനാണ്. യജ്ഞങ്ങളുടെയും തപസ്സുകൾ, ഏത് തരത്തിലുള്ള യജ്ഞത്തിൻ്റെ, സങ്കീർത്തന യജ്ഞം ആകട്ടെ, അല്ലെങ്കിൽ യാഗമാകട്ടെ, യജ്ഞമാകട്ടെ, ധ്യാനമാകട്ടെ, എന്ത് തരത്തിലുള്ള കർമ്മം ചെയ്താലും അതിൻ്റെയൊക്കെ അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണ് എന്ന് പറയുന്നു. സർവലോക മഹേശ്വരനാണ്. എല്ലാ ലോകങ്ങളുടെ ഈശ്വരനല്ല, ഞാൻ മഹേശ്വരനാണ്. സുഹൃതം, ഞാൻ എല്ലാവരോടും സുഹൃത്താണ്, എല്ലാവരുടെയും സുഹൃത്താണ്. സർവഭൂതാനാം, മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്യതേ. ഞാൻ എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാണ്. ശാന്തി സമാധാനവും വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ശ്ലോകം ഇനി കാണാതെ പഠിക്കണം. 5:29. ഇനി എങ്കിലും അത് കാണാതെ പഠിക്കാത്തവര് അത് പഠിക്കണം. ഇനി ഞാൻ ചോദിക്കുമ്പോൾ അത് പറയണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാര്യം അത് ശാന്തി മന്ത്രമാണ് ഭഗവത്ഗീതയിലെ. അപ്പൊ അതുമായിട്ട് ആ ശാന്തി മന്ത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാണ് ഇവിടെ. ഞാൻ ഇത് ഗീതാവിഷയ സംഗ്രഹം 72 ശ്ലോകങ്ങളായി എല്ലാ അധ്യായത്തിലൂടെയും കവർ ചെയ്ത് പോകത്തുണ്ട്. ഈ 2ാമത്തെ അധ്യായം ഗീതാവിഷയ സംഗ്രഹമാണ്. അതായത് മൊത്തത്തിലുള്ള ഈ 18 അധ്യായങ്ങളുടെയും കൂടി ഒരു സമ്മറിയാണ് ഇന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ആണ് ഇനി വരാൻ പോകുന്ന അധ്യായങ്ങളിലൊക്കെ ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, ഈ സ്ഥിതപ്രജ്ഞനൊക്കെ വീണ്ടും കർമ്മയോഗത്തിൽ എല്ലാം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ 3ാമത്തെ നമ്മൾ അധ്യായം കർമ്മയോഗത്തിലേക്ക് പോകുമ്പോഴും ഇതെല്ലാം നമ്മൾ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ ഹരേ കൃഷ്ണ പ്രഭു, എനിക്ക് ഒന്ന് പുറത്തു പോകണം, ഞാൻ ഒന്ന് എക്സിറ്റ് ചെയ്തോട്ടെ. ഹരി ബോൾ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് സബിത മാതാജി, ഹരേ കൃഷ്ണ. മാതാജി ഇതൊന്ന് ഭാവാർത്ഥം ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ആഗ്രഹങ്ങളില്ലെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുമുള്ള വിഷയ സുഖ പൂരണത്തിനും ആഗ്രഹമില്ലെന്നാണ്. കൃഷ്ണാവബോധാവനാകണമെന്ന അഭിലാഷം വാസ്തവത്തിൽ ആഗ്രഹമുക്തി തന്നെ. തന്റെ യഥാർത്ഥ സ്ഥിതി കൃഷ്ണന്റെ നിത്യദാസനെന്ന നിലയിലാണെന്നറിഞ്ഞ് ഈ ശരീരമാണ് താനെന്ന വ്യാമോഹത്താൽ ഒന്നും അവകാശപ്പെടാതെയും ലോകത്തിൽ ഏതൊരു വസ്തുവിലും ഉടമാവകാശം കരുതാതെയും ജീവിക്കലാണ് കൃഷ്ണാവബോധത്തിന്റെ പരമകാഷ്ഠ. ഈ സമ്പൂർണ്ണ സ്ഥിതിയിൽ എത്തിയവർക്ക് ഏതൊന്നിന്റെയും ഉടമ കൃഷ്ണൻ മാത്രമാണെന്നും തന്മൂലം എന്തും കൃഷ്ണന്റെ സംതൃപ്തിക്കായി മാത്രം ഉപയോഗിക്കണമെന്നും അറിയാം. അർജുനന് സ്വന്തം സുഖത്തെ ലക്ഷ്യമാക്കി യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും കൃഷ്ണാവബോധം ഉളവായപ്പോൾ കൃഷ്ണന്റെ വരുതി അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. തനിക്ക് ആഗ്രഹമില്ലെങ്കിലും കൃഷ്ണനു വേണ്ടി അദ്ദേഹം യുദ്ധത്തിൽ തന്റെ കഴിവത്രയും ഉപയോഗിക്കുകയും ചെയ്തു. കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള അഭിലാഷം വാസ്തവത്തിൽ നിഷ്കാമതയാണ്. ആഗ്രഹങ്ങളെ ഒഴിച്ചു കളയാനുള്ള കൃത്രിമ പ്രയത്നമല്ല. ജീവാത്മാവിന് നിരീന്ദ്രിയനോ നിരാഗ്രഹനോ ആയിരിക്കാൻ വയ്യ. എന്നാൽ ആഗ്രഹങ്ങളുടെ വൈശിഷ്ട്യം വളർത്തേണ്ടതുണ്ട്. ഭൗതിക തൃഷ്ണകളിൽ നിന്ന് മുക്തനായ ഒരാൾ സർവ പദാർത്ഥങ്ങളും കൃഷ്ണന്റേതാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട്
ഈശാവാസ്യമിതം സർവം. യാതൊന്നിന്റെയും ഉടമാധികാരം അവകാശപ്പെടുകയില്ല. ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട് കൃഷ്ണന്റെ ചെറിയൊരംശമാണെന്നും അങ്ങനെയുള്ള അതിന്റെ നില ഒരിക്കലും കൃഷ്ണന്റേതിനോട് തുല്യമോ അതിലും ഉയർന്നതോ ആവാൻ വയ്യെന്നുമുള്ള അറിവാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലപ്രദമായ അതീന്ദ്രിയ ജ്ഞാനം. ഈ കൃഷ്ണാവബോധം തന്നെ യഥാർത്ഥ സമാധാനത്തിന്റെ മൗലിക തത്വം. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് കൃഷ്ണാവബോധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പൊ നമ്മൾ ഈ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുക അല്ലാതെ വേറൊരു മാർഗവുമില്ല. കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള അഭിലാഷം വാസ്തവത്തിൽ എന്താണ്? നിഷ്കാമതയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആഗ്രഹങ്ങളെ ഒഴിച്ചു കളയാനുള്ള കൃത്രിമ പ്രയത്നമല്ല. ജീവാത്മാവിന് നിരീന്ദ്രിയനോ നിരാഗ്രഹനോ ആയിരിക്കാനായിട്ട് വയ്യ. അപ്പൊ ജീവാത്മാവിന് ഒരിക്കലും ഒരു ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്തു അടക്കിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കാനോ ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടേണ്ടതുണ്ട്. എന്നാൽ ആഗ്രഹങ്ങളുടെ വൈശിഷ്ട്യം വളർത്തണം. പക്ഷെ ആഗ്രഹങ്ങളെ എന്താണ് കുറച്ചുകൊണ്ട് വരണം. നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമുക്ക് ഈ ആഗ്രഹങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളിപ്പോൾ ഓരോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് എടുത്തു കളയാനായിട്ട് സാധിക്കത്തില്ലേ? എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും ഭഗവാന്റെ കൃഷ്ണകൃപ, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് ഇന്ന് വരുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പ് കൊടുക്കരുത്. ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം. ഞാൻ ഷുവറായിട്ടും എത്തുമെന്ന് പറയാണ്ട് ഞാൻ അവിടെ ഷുവറായിട്ട് എത്തി ഞാൻ അത്രയും നേരം എനിക്ക് ആയുസ്സുണ്ടോ? അത് പറയാണ്ട് നമ്മളല്ലേ. നമ്മളല്ല പ്രൊപ്പറേറ്റർഷിപ്പ്. ഞാൻ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് അവിടെ എത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അതിന്റെ ഉടമസ്ഥാവകാശം നമ്മളല്ല ഒരിക്കലും. ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാൻ എന്നെ അവിടെ എത്തിച്ചു അല്ലേ. അതായിരിക്കണം നമ്മളുടെ ഭാവം. നമ്മൾ പറയുമ്പോഴും ഓക്കെ. ഇവിടെയൊക്കെ നമുക്കറിയാം ഇവർ പറയുന്നത് എന്താ പറയുന്നത്, ഇൻഷാ അള്ളാന്ന് ഇവരിവിടെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻഷാ കൃഷ്ണ എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ അതുപോലെ കൃഷ്ണ കൃപ ഉണ്ടെങ്കിൽ, കൃഷ്ണൻ ഇച്ഛിച്ചെങ്കിൽ നമ്മൾ അവിടെ എത്തും. നമ്മൾ ഒരാളെ പ്രോമിസ് കൊടുക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മളങ്ങനെ നമ്മൾ ആ ഹരിനാമ കീർത്തനത്തിൽ നമ്മൾ പഠിച്ച ആ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. നാരായണായ അല്ലയോ ആനന്ദ ചിന്മയ ഹരേ, ആനന്ദത്താൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സിനെ മയക്കുന്ന അങ്ങനെ ഉള്ള ഭഗവാൻ കൃഷ്ണ, ഗോപികാരമണ, ഗോപികമാരെയൊക്കെ അങ്ങ് രമിപ്പിച്ചു. ഗോപികമാരെയൊക്കെ എന്താണ് അങ്ങ് രമിപ്പിച്ച് അവരെല്ലാവരും എന്താണ് ഭയങ്കര അതീന്ദ്രിയ പ്രേമഭക്തി ഉള്ളവരായിട്ട് മാറി ഗോപികാർ. അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് ഒരിക്കലും ഞാനെന്ന ഭാവം ഉണ്ടാവാനായിട്ട് ഇടയാവരുതേ. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇക തോന്നുവാണെങ്കിൽ എന്താണ് ഈ അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ വരദ. ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ് എന്നിലുള്ള ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനുള്ളത് എന്നുള്ള ആ അഹങ്കാരം ഉണ്ടാകണം. ഒരിക്കലും ഞാനാണ് എന്നിലാണ് എല്ലാം എന്ന് പറയുന്നുള്ള ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എന്നിലുള്ള ചൈതന്യം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ ജീവജാലങ്ങളിൽ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന ജീവജാലങ്ങളിലെല്ലാം എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന അതേ ചൈതന്യം തന്നെ അവരുടെ ഉള്ളിലും ഉണ്ട് എന്ന് ഉള്ള ആ ഒരു ഭാവമായിരിക്കണം ഞാനിത്. തോന്നുന്നതാകിൽ അഖിലം ഞാൻ ഇതെന്ന വഴി, അഖിലത്തിലും ഞാൻ, അതായത് എന്നിലുള്ള ആത്മാവ്, എൻ്റെ ചൈതന്യം ഉണ്ട്, അല്ലെങ്കിൽ പരമാത്മാവ്, ആത്മാവിന്റെ കൂടെയുള്ള പരമാത്മാവ് സർവ്വ ജീവജാലങ്ങളിലും ഉണ്ട് എന്നെനിക്ക് ഒരു തോന്നല് ഉണ്ടാകണേ ഭഗവാനെ. അല്ലയോ ഗോപികാരമണ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് ആര്? തുഞ്ചത്ത് രാമാനുജ ആചാര്യൻ. അപ്പൊ ഇവിടെ ഭൗതിക ദർശനങ്ങളിൽ നിന്ന് മുക്തനായ ഒരാൾ സർവ്വ പദാർത്ഥങ്ങളും കൃഷ്ണന്റേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോവാസ്യമിതം സർവം യാതൊന്നിന്റെയും ഉടമാധികാരം അവകാശപ്പെടുത്തിയില്ല. ഇപ്പം ഞാൻ അഭിയ മാതാജിയെ പോലെയൊക്കെയുള്ള ഭക്തിശാസ്ത്രി ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നവർക്കറിയാം ഈശോപനിഷത്ത് അതിൻ്റെ അകത്തുണ്ടല്ലേ. ഈശോപനിഷത്ത് പഠിച്ചിട്ടില്ലേ മാതാജി? അല്ല, തുടങ്ങിയില്ല. ഭഗവത്ഗീത തുടങ്ങിയില്ല. എപ്പോ പഠിപ്പിക്കും? അപ്പം ഭക്തിശാസ്ത്രി കോഴ്സിലൊക്കെ പങ്കെടുക്കും. നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു കോഴ്സിൽ പങ്കെടുക്കണം. അതായത് ഞാനിവിടെ ഒരു കോഴ്സിൽ പങ്കെടുത്തിരുന്ന IDC ഇസ്കോൺ ഡിസൈപ്പിൾ കോഴ്സ് എന്നാണ്. അപ്പോൾ എന്തായാലും
ഭഗവാന്റെ കൃപ കൊണ്ട് പാസ്സായി. എനിക്ക് ഇന്നലെ വൈകുന്നേരം സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ അതൊരു എന്താണ് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ അതിൽ ഒരു മാസത്തെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ, എല്ലാ ഫ്രൈഡേയും ഒക്കെ ആയിരുന്നു, ഒരു മാസത്തെ ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ തന്നെ IDC കോഴ്സ്, അതുപോലെ ഞാൻ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ പ്രഭുപാദരുടെ ബുക്കുകളൊക്കെ റീഡ് ചെയ്യുക, എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓരോന്നിനും എക്സാമും ഉണ്ട്. ക്വസ്റ്റ്യൻ ആ വെബ്സൈറ്റിൽ തന്നെ സൗകര്യം ഉണ്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട്. നമ്മൾ അതിൻ്റെ ആൻസർ എഴുതിയിട്ട് ഓരോ ബുക്ക് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അവർ തന്നിട്ടുണ്ട്, അത് എഴുതി നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിന് സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ ആ ഓരോ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ദിവസം മാറ്റി വെക്കണം, ഒരാഴ്ചയിലെങ്കിലും. അതുപോലെ തന്നെ റീഡിംഗ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് സമയം കണ്ടത് 1 മണിക്കൂറോ 2 മണിക്കൂറോ എങ്കിലും നിങ്ങൾ 24 hours മാറ്റി വെക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. എനിക്ക് പറ്റാത്ത കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം വീട്ടിലിരിക്കുന്നവർക്ക് എന്താണ് പറയുക, പാചകമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ സമയം കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പം വേറൊരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, ഞാൻ ഇന്നൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ എനിക്കതൊന്നും സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ വീട്ടിലിരിക്കുന്നവരെങ്കിലും തന്നെ ഈ ഇതുപോലുള്ള ബുക്കുകൾ റീഡിങ് ചെയ്യണം. അതൊരു കോഴ്സ് പോലെ നമ്മളൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലേ ഉള്ളൂ നമ്മൾ അതിൻ്റെ ഒരു പൂർത്തീകരണം എത്തത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടല്ല സത്സംഗത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീത പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് വെറുതെ ഞാനിത് വായിച്ച് പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പറ്റും? പറ്റത്തില്ല. ഞാനും ഇതുപോലെ തന്നെ ഇത് നിങ്ങളിപ്പോൾ എടുക്കുന്നതുകൊണ്ടല്ലേ ഞാനിത് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും അത് ഒരു ഇതായിട്ട് എടുക്കണം. ആ കോഴ്സ് IDC ആണ് ആദ്യമായിട്ടുള്ളത്, അത് പാസ്സാകണം. അതുപോലെ തന്നെ ഈ പ്രഭുപാദരുടെ ചെറിയ ബുക്കുകളൊക്കെ റീഡ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ അകത്ത് നിങ്ങൾ ആ ആപ്പിൽ ഞാനത് ഷെയർ ചെയ്തായിരുന്നു. ഇനി അത് വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ കോഴ്സിൽ പങ്കെടുക്കണം എന്നുള്ളവർ എന്നോട് പേഴ്സണലി ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അയച്ചു തരുന്നതാകും. പക്ഷെ ഗ്രൂപ്പിലൊക്കെ പലരും കാണുന്നില്ല. അപ്പം ഞാനത് ക്ലാസ്സിൽ അനൗൺസ് ചെയ്യാണ്. താല്പര്യമുള്ളവർക്ക് അത് വളരെ സിമ്പിളായിട്ട്, ആർക്കെങ്കിലും ഈ കമ്പ്യൂട്ടറിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കുട്ടികൾ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ അതിനകത്ത് ഈസി ലോഗിൻ ചെയ്തിട്ട് അതിനകത്ത് കയറാൻ പറ്റും. ഇപ്പം നമ്മുടെ മഞ്ജുശ്രീ മാതാജി അല്ലെങ്കിൽ മംഗളപ്രദ സീതാദേവിദാസി മാതാജി ഇതുപോലെ തന്നെ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അതുപോലെ നിങ്ങൾ അതിൻ്റെ എക്സാമൊക്കെ എഴുതണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ ബുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമിനേഷൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ബുക്കുകളാണ്. ഉദാത്തെന്നും കൃഷ്ണായനം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ബുക്കുകളുണ്ട് പ്രഭുപാദരുടെ. ഓരോ ബുക്ക് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ നമ്മളിപ്പോൾ പ്രശ്നോത്തരി ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് പല ടഫായിട്ട് പലർക്കും തോന്നുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ റീഡിങ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഈശോപനിഷത്ത് നമ്മൾ ഈ ഭക്തിശാസ്ത്രി കോഴ്സിൻ്റെ അകത്ത് അതൊരു PhD ആണ്. അതുപോലെ തന്നെ അതിനേക്കാൾ ഒന്നുകൂടെ കൂടിയതാണ് ഭക്തി വൈഭവ്. ഇത് രണ്ടും പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ലെവലിലെത്തും. അത് പഠിക്കാനുള്ള യോഗ്യതയോ അറിവോ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ അതിന് ചേർന്നിട്ടില്ല. കാര്യം നന്നായിട്ട് സമയം എടുക്കും. അത്രയും സമയം എനിക്ക് എവിടുന്ന് ഭഗവാൻ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാകും. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ സമയം ഭഗവാൻ ശരിയാക്കി തരും. അപ്പൊ ഈശോവാസ്യം ഇത് സർവം, ഈശ്വരൻ വസിക്കുന്നതാണ് സർവ്വടത്തും, അല്ലെങ്കിൽ ഈശ്വരന്റെ ആണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് ഈശോപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ പറയണം അല്ലേ? ഈശോവാസ്യം ഇത് സർവവും, എല്ലാം ഈശ്വരന്റെ സ്വന്തമാണ് അല്ലേ? അപ്പൊ നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ സർവ്വ പ്രപഞ്ചങ്ങളും നമ്മൾ ഒരു ടാക്സ് അടയ്ക്കാതെയാണ് എന്താ വെള്ളം, വായു ഇതെല്ലാം കിട്ടുന്നത്. നമ്മൾ വായുവിന് ടാക്സ് അടയ്ക്കേണ്ട ഒരു സമയം, ഓക്സിജൻ സിലിണ്ടറുമായിട്ട് നടക്കുന്നത്. കലിയുഗത്തിൽ കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എത്തിച്ചേരാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് പൈസ കൊടുക്കണം, കാര്യം വെള്ളം മുഴുവൻ മലിനമാണ്. കാര്യം ഈ ചെടികളോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ വരും, മരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വരുമെന്നാണ്. കിട്ടുന്ന വെള്ളം മുഴുവനും ഫാക്ടറിയിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. പൈസ കൊടുക്കണം വെള്ളത്തിന്, കുളിക്കാനുള്ളതും. അപ്പോൾ കുളിയൊക്കെ നിർത്തും. എന്താണ്? സാനിറ്റൈസർ ഇട്ടിട്ട്, ഞാൻ ഇന്നാളൊരു റിയലൈസേഷൻ കാണാം, സാനിറ്റൈസർ ഇട്ടൊക്കെ തുടച്ചിട്ടാണ് കുളിയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഈ കുക്ക് ചെയ്ത ഭക്ഷണങ്ങളാണ് വരുന്നത്, ഓരോ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ടേബിളിൽ അവിടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ ഓഫീസിലിരുന്ന് എല്ലാവരും ജോലി, ഓഫീസിലൊന്നും പോകത്തില്ല, കാര്യം പുറത്തുനിന്നാണ് ഭയങ്കര ചൂടാണ്, ട്രാവൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും തന്നെ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ളതെല്ലാം വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓഫീസിലാണ്, വീട്ടിലൊരു ഓഫീസും കാണും.
അപ്പൊ അങ്ങനെ 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 ബാക്കി സമയം മുഴുവൻ ഇതില് എന്താണ് ഓൺലൈനിൽ ഇരുന്ന് ജോലി ചെയ്യുക, അതുപോലെ തന്നെ ഓൺലൈനിൽ ഇരുന്ന് എന്റർടൈൻമെന്റ് ചെയ്യുക. അങ്ങനെ ആയിട്ട് ഇങ്ങനെ ചുരുങ്ങിയിട്ടുള്ള ഒരു അവസ്ഥ. നമ്മളെല്ലാം ഹൈറ്റും പൊക്കവും എല്ലാം കുറയും. അതുപോലെ 4 3 7 അറിയാൻ പോലും നമുക്ക് കാൽക്കുലേറ്ററിൽ കൂട്ടേണ്ട വരുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെ നമ്മൾ മന്ദമതികളായിട്ട് മാറും കലിയുക അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പം നമ്മൾ ഈശ്വരൻ്റെതായിട്ടുള്ള സർവ്വ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്തു അതിനെ മിസ്യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് എന്താണ് പിന്നീട് പ്രകൃതി നമുക്ക് തിരിച്ചു പണി തരുമ്പോൾ എന്താണ് നമ്മൾ ഇതിനെ ഒന്നും നമുക്ക് അനുഭവേദ്യമല്ലാതായിട്ട് വരും. കുറച്ച് കഴിയുമ്പോൾ ഈ ജീവജാലങ്ങളെല്ലാം പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, വിശപ്പടക്കാനായിട്ട് സസ്യങ്ങളോ മുഴുവൻ പോയി. അത് കഴിഞ്ഞിട്ട് ഈ ജീവജാലങ്ങളെല്ലാം കൊന്നു തിന്നു കഴിഞ്ഞപ്പോൾ അതും തീർന്നു. അത് തീർന്നപ്പോൾ തിന്നാനില്ലാത്ത കാരണം ഈ കെമിക്കൽ പ്രോസസ്സിൽ കൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ലാബോറട്ടറികളിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അത് മാത്രമായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു ജീവൻ, അപ്പൊ ആയുസ് വളരെ കുറവായിരിക്കും. നമ്മൾ അതായത് ആ ഒരു പഠനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, സ്ത്രീകളൊക്കെ എന്താണ് 10 വയസ്സിൽ ഗർഭവതികളാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുട്ടികളെയൊക്കെ നോക്കാൻ 25 വയസ്സാകുമ്പോഴത്തേനും ലൈഫ് ടൈം തീരും. 25 വയസ്സാകുമ്പോഴത്തേനും എന്താണ് ജീവിതം തീരും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. അപ്പൊ പഠനങ്ങളെല്ലാം അതിലേക്ക് അപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ യുഗം ആയതുകൊണ്ട് നമ്മളുടെ എന്താണ് തല മാത്രം കുറച്ച് വലിപ്പം കാണും, ശരീരമൊക്കെ കുള്ളന്മാരായിട്ട് വരും. അങ്ങനത്തെ ഒരു ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് പറ്റത്തില്ല അല്ലേ? അപ്പൊ നമ്മൾ അതിന് മുൻപേ തന്നെ ആ ഒരു സമയം എത്തുന്നതിന് കലിയുഗത്തിൽ 4,32,000 വർഷമുണ്ട്. അപ്പൊ അതിൽ എത്തുന്നതിന് മുൻപേ നമ്മൾ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും എന്നോടാണോ 5:20 വിളിച്ചിരുന്നു ഇല്ല, അത് പറഞ്ഞില്ല. ഇതേ കയറിയെന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ എന്താണ് ഒരിക്കലും തൻ്റെ നില കൃഷ്ണനോട് തുല്യമോ അതിലും ഉയർന്ന ആകാൻ വയ്യെന്നുള്ള അറിവാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലമായ അതീന്ദ്രിയ ജ്ഞാനം. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലമായിട്ടുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മൾ കൃഷ്ണനോട് തുല്യമോ അല്ല അതിൽ ഉയർന്നതോ ആണെന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത്, അല്ലേ? ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ 71-ാമത്തെ ശ്ലോകം, ഇനി ഈ 2-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് എടുക്കുന്നത്, 72-ാമത്തേത്. ആ ശ്ലോകം നമുക്ക് നോക്കാം എന്താണെന്ന്. യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 72. ഏഷാഭ്യാമീ സ്ഥിതി പാർത്ഥനൈനാം പ്രാപ്യ വിമുഹ്യതി ചിത്വാസ്യമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭു. പാർത്ഥ, ഹേ പാർത്ഥ, യേഷ ഇതാണ് ബ്രാഹ്മി ആധ്യാത്മികമായ സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ. ഏനാം ഇതിനെ പ്രാപിച്ചിട്ട് ന വിമുഹ്യതി ആരും പിന്നെ മോഹിതനാകുന്നില്ല. അസ്യാം ഈ സ്ഥിതിയിൽ അന്ധകാലെ അഭി അന്ത്യകാലത്തിലെങ്കിലും സ്ഥിതി ചെയ്തിട്ട് നിർവാണം ഭഗവാന്റെ ആധ്യാത്മിക സാമ്രാജ്യത്തെ ഋച്ഛതി പ്രാപിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും വൈദികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടർന്നാൽ ഭഗവത് ധാമത്തിലെത്തും. അപ്പം ഏതൊന്നിൽ എത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും വൈദികവുമായ പദമാണിത്. അതായത് ഭഗവാന്റെ ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ധാമത്തെ പറ്റി സൂചിക്കുന്നതാണ്. അവിടെ എന്താണ് വിഭ്രാന്തി ഒഴിയും. അതുപോലെ തന്നെ ആത്മീയവും ദൈവികവുമായ ഒരു പൊസിഷനാണ് അല്ലെ. ആ ഒരു പൊസിഷനെ പറ്റി ഒരു സൂചന നൽകുന്നു അല്ലെ. അവിടെ എന്താണ് ഒരിക്കലും ഒരു വിഭ്രാന്തി ഒരിക്കലും ഇല്ല ആർക്കും. ഒരു വിഭ്രമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ വളരെ ആധ്യാത്മികവുമാണ്, അതുപോലെ തന്നെ ദൈവികവുമാണ്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിൽ എത്തുമെന്ന് ഉറപ്പിച്ച് പറയാണ്. അപ്പൊ അവിടെ എത്തിച്ചേരാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? നമ്മള് ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി, അതായത് ഒരു വിഭ്രാന്തിയൊന്നും ഇല്ലാതെ മരണം വരുന്ന സമയത്തും എന്താണ് അതിനെ അത്ര ലാഘവത്തോടു കൂടി നേരിടുന്ന വ്യക്തിക്ക് എന്താണ് യാതൊരു തരത്തിലുള്ള വിഭ്രാന്തിയൊന്നുമില്ല മരണവേളയിൽ. എന്താണ് ഭഗവാനെ അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളേവരം എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അന്ത്യകാലത്ത് ആരെന്നെ വിചാരിക്കുന്നു അവരെന്റെ ധാമത്തിൽ എത്തിച്ചേരുമെന്ന്. അതുപോലെ അന്ത്യകാലത്തിൽ നമ്മൾക്ക് ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നമുക്ക് തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമോ? മരിക്കാൻ കിടക്കുമ്പോഴത്തേന് എനിക്ക് എൻ്റെ കൊച്ചുമോളെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു മസാല ദോശ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ചിക്കൻ പൊരിച്ചതാണ് കഴിക്കണം, അത് കഴിച്ചിട്ട് മരിക്കാമായിരുന്നു. യമദൂതന്മാർ ഇങ്ങനെ എന്താണ് ഇങ്ങനെ യമഭാഷമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മളുടെ ജീവനെ കൊണ്ടുപോകാനായിട്ട് അല്ലേ. അപ്പൊ ആ സമയത്ത് നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. യമഭാഷം വെച്ചിട്ട് വരിഞ്ഞു മുറുക്കി ജീവനെ പുറത്തേക്ക് ഇറക്കാണ്ട്. കാര്യം നമ്മളുടെ ഈ ഭൗതിക ശരീരവുമായിട്ട് ഈ ആഗ്രഹങ്ങളുമായിട്ട് ഈ ആത്മാവ് അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ ആത്മാവിനെ ഒന്ന് പുറത്തിറക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണഗതിയിൽ നമുക്ക് ഒരു ഉറുമ്പ് കടിച്ചാലുള്ള വേദന നമുക്ക് ചൊട്ടനുറുമ്പോ അങ്ങനത്തെ ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു തേള് കടിച്ചാലുള്ള വേദന അതിൽ എത്രയും കൂടുതലാണ്. അപ്പൊ 10,000 തേള് ഒരുമിച്ച് വന്ന് കടിക്കുന്ന വേദനയാണ് ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുമ്പോൾ. അപ്പൊ ഈ യമദൂതര് വന്നു നിൽക്കുന്ന ആരൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്? യമദൂതന്മാർ വന്നു നിൽക്കുന്നത് ആർക്കൊക്കെ കാണാനായിട്ട് സാധിക്കാറുണ്ട്? ആർക്കും അറിയില്ലല്ലേ? നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പട്ടിയെ പൂച്ചയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പട്ടിക്കൊക്കെ 6ാം ഇന്ദ്രിയം ഉണ്ട്. ഇങ്ങനെ മൃഗങ്ങൾക്ക് അവർക്കൊക്കെ ഭൂകമ്പങ്ങളും ഇതൊക്കെ വരുന്നതൊക്കെ മുൻകൂട്ടി അറിയാനായിട്ട് സാധ്യമാവും. അതുപോലെ തന്നെ യമദൂതര് വരുന്ന സമയത്ത് എന്താണ് യമപാശമായിട്ട് അവർ നിൽക്കുന്ന കാണുമ്പോൾ പട്ടിയൊക്കെ ഊരിയിടും. പൂച്ചയും പട്ടിയൊക്കെ ആ വീട്ടിൽ മരണം നടക്കുന്ന വീട്ടിൽ അവര് ഒഴിഞ്ഞു മാറിപ്പോകും. കാര്യം അവര് പേടിച്ചിട്ട് അവിടുന്ന് കടന്നു കളയും. പിന്നെ എന്താണ് പറഞ്ഞു പോവില്ലേ പക്ഷി കുറ്റിച്ചൂള അതെ അല്ലേ? രാത്രി മരണടിച്ച വീട്ടിൽ കുറ്റിച്ചൂള പോവാന്ന് പറഞ്ഞു പോകും. അതെ അല്ലേ? ആ കുറ്റിച്ചൂള പോകുന്ന എവിടെയോ മരണുണ്ടെന്ന് അറിയും. അതെ. അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറെ തരത്തിലുള്ള ഒരു പക്ഷി വന്ന് കരയും മരണം അടയ്ക്കും. ഒരു ചകോര പക്ഷി എന്ന് പറഞ്ഞ മരണം അറിയിക്കുന്ന പക്ഷിയാണ് അല്ലെ. അപ്പൊ അവർക്കൊക്കെ യമദൂതന്മാരെ കാണാനായിട്ട് സാധിക്കും.
അപ്പൊ യമദൂതന്മാരുടെ പ്രസൻസ് അറിയാൻ പറ്റും. അവര് വന്ന് ഇത് വലിച്ചുവിടും. നമ്മൾ ഈ ആഗ്രഹങ്ങളുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര പാടുപെടണം, അല്ല അത്രയും വേദന സഹിക്കേണ്ടി വരും. ഒരു ഉറുമ്പ് കടിക്കേണ്ട വേദനയിൽ ആഗ്രഹം ഇല്ലാത്തവർക്ക് വേണേൽ, ഒരു ഉറുമ്പ് പോൽ കടിക്കുന്ന വേദനയിൽ, അല്ലെങ്കിൽ ഒരു സൂചി ചെറുതായിട്ടൊന്ന് കുത്തുന്ന വേദനയിൽ ആഗ്രഹം ഇല്ലാത്തവരുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആഗ്രഹങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന, അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന, ഈ ശരീരമായിട്ട് അറ്റാച്ച്ഡ് കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് എത്ര ദുഷ്കരമാണ്, എത്രമാത്രം അത്രയും വേദന അനുഭവിക്കേണ്ടി വരും ഈ ജീവനെ ഇവിടുന്ന് പറിച്ചെടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്താണ്, ആഗ്രഹങ്ങളെ അടക്കാനായിട്ട് ശീലിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അത് കൃഷ്ണാവബോധം അല്ലാതെ വേറൊരു മാർഗവുമില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്, ആ ഭഗവാന്റെ ധാമത്തിൽ എന്താണ്, ഈ ആഗ്രഹവും വിഭ്രാന്തി ഇല്ലാത്ത ആൾക്കാർ ആ ഒരു ദൈവികമായിട്ടുള്ള ആ ഒരു സ്ഥാനത്ത് എത്തിച്ചേർന്നെന്നും, അവിടെ ഈ മരണവേളയിൽ ഇതുപോലെ ഈ നമ്മൾ ഈ പറയുന്ന വിഭ്രാന്തിയോ ആഗ്രഹങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ള സൂചന നൽകുന്നു. അതിന്റെ പ്രിലിമിനറി സ്റ്റേജ് ആണ്. ഭഗവാൻ മറ്റുള്ള ശ്ലോകത്തിൽ 8:5 പറയുന്നത് എന്താണ്, ഭഗവാനെ സ്മരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ധാമത്തിൽ എത്താനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മൾ വിഭ്രാന്തി വിടും, ഭഗവാനെ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. ശരിക്കും നമ്മൾ അത് ആ ശ്ലോകം നമ്മൾ അറിയാവുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. ഇവിടെ സമ്മറി ആയതുകൊണ്ട് ഇതിനൊരു സൂചന നൽകുന്നു. ഭഗവാന്റെ ധാമത്തെ പറ്റി പറയുന്നു. അതുപോലെ ഭഗവാന്റെ ധാമത്തിൽ എത്താനായിട്ട് അധികമായിട്ടുള്ള ആഗ്രഹങ്ങളോ അതുപോലെ തന്നെ വിഭ്രാന്തിയോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് സുഖമായിട്ട് ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാമെന്നും പറയുന്നു. പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കൂടുതൽ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്ത് ഭഗവാന്റെ രൂപം ഓർത്താൽ, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ആ സമയത്ത് നാവിൽ നിന്ന് വരുവാണെങ്കിൽ, അജാമിളിനെ പോലെ നാരായണൻ എന്ന് മകനെ വിളിച്ചതേ ഉള്ളൂ അല്ലേ. ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാർ വന്നിട്ടാണ് ജീവൻ കൊണ്ടുപോയത് അല്ലേ എന്ന് പറയുന്നത് പോലെ, നമ്മൾക്ക് അത് സാധിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെ ഒരു മാർഗവും ഇല്ല. ഇനി അതിന്റെ രതിദേവി മാതാജി എന്റെ ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം, ഗീതാ വിഷയ സംഗ്രഹം, ശ്ലോകം 72. ജയ് ശ്രീല പ്രഭുപാദ. ഭാവാർത്ഥം. കൃഷ്ണാവബോധം അഥവാ ദിവ്യ ജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു എന്ന് വരാം. ഒരാൾ ലക്ഷോപലക്ഷം ജീവിതങ്ങൾക്ക് ശേഷവും ആ സ്ഥിതിയിൽ എത്തിയില്ലെന്നും വരാം. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന്റെയും അത് അംഗീകരിക്കുന്നതിന്റെയും പ്രശ്നമാണിത്. മരണത്തിന് അല്പം മുമ്പ് കൃഷ്ണന് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് ഖഡ്വാങ്ക മഹാരാജാവ് ഈ പരമാവസ്ഥ നേടി. പ്രാപഞ്ചിക ജീവിതത്തിന്റെ പ്രക്രിയ അവസാനിപ്പിക്കൽ അത്രേ നിർവ്വാണം. ബൗദ്ധ സിദ്ധാന്ത പ്രകാരം ഭൗതിക ജീവിതത്തിന് ശേഷം ശൂന്യതയാണുള്ളത്. ഭഗവത്ഗീത മറ്റൊരു തരത്തിലാണ് പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. തനി ഭൗതികവാദികൾക്ക് ഈ ഭൗതിക ജീവിതത്തിന് ഒരവസാനമുണ്ടെന്ന് മനസ്സിലാക്കുകയേ വേണ്ടൂ. ആധ്യാത്മികമായി പുരോഗമിച്ചവർക്കാകട്ടെ ഇതിനു ശേഷം മറ്റൊരു ജീവിതമുണ്ട്. മരണത്തിന് മുൻപ് ഭാഗ്യവശാൽ കൃഷ്ണാവബോധം ഉദിക്കുന്നവർ ക്ഷണേന ബ്രഹ്മനിർവാണം അടയുന്നു. ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നങ്ങളല്ല, രണ്ടും നിരപേക്ഷ തലത്തിൽ തന്നെ. അതിനാൽ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയെന്നാൽ ആത്മീയ തലത്തിൽ എത്തുക എന്നർത്ഥം. ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ സുഖം പൂർത്തിയാക്കിയുള്ള കർമ്മങ്ങളുണ്ട്. ആത്മീയ ലോകത്തിൽ കൃഷ്ണാവബോധഭരിതങ്ങളായ പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഈ ജീവിതത്തിൽ കൃഷ്ണാവബോധം ഉദിക്കുന്നത് തന്നെയും ക്ഷേന ലഭ്യമായ ബ്രഹ്മപദപ്രാപ്തി അത്രേ. ആ സ്ഥിതിയിലുള്ള ഭക്തൻ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഭൗതിക പദാർത്ഥം എന്നതിന് നേരെ വിപരീതമാണ് ബ്രഹ്മപദം. അതുകൊണ്ട് ബ്രാഹ്മ്യസ്ഥിതി ഭൗതിക പ്രവർത്തനങ്ങളുടെ രംഗത്ത് നിന്ന് അകന്ന നിലയെ സൂചിപ്പിക്കുന്നു. ഭഗവത് സേവനത്തെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനമെന്ന് ഭഗവത്ഗീത അംഗീകരിക്കുന്നുണ്ട്. സഗുണാൻ സമതി ദൈത്യധാൻ ബ്രഹ്മഭൂവായ കൽപ്പതേ. ഈ ബ്രാഹ്മ്യസ്ഥിതി ബന്ധമുക്തി തന്നെ. ശ്രീല ഭക്ത വിനോദ് ഠാക്കൂർ ഈ 2-ാം അധ്യായത്തെ ഭഗവത്ഗീതയുടെ ഉള്ളടക്കമായി സംഗ്രഹിച്ചിട്ടുണ്ട്. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിവയാണ് ഭഗവത്ഗീതയിലെ വിഷയങ്ങൾ. 2-ാം അധ്യായത്തിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും വിശദമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ പൂർണ്ണ ഉള്ളടക്കം എന്ന നിലയിൽ ഭക്തിയോഗത്തിലേക്ക് ഒരു എത്തിനോട്ടവും ഇതിലൂടെ കിട്ടുന്നു. ഗീതാ വിഷയ സംഗ്രഹമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.
അപ്പം ഞാൻ ഇവിടെ സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് ഖഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് വിധി ഒട്ടല്ല നിൻ കളികളി പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമാം എന്നാണ് പറയുന്നത്. ഖഡ്വാങ്കൻ എന്ന ധരണീശന് ഒരു മുഹൂർത്തം കൊണ്ട് ഗതി കൊടുത്തു. അദ്ദേഹത്തിന്റെ മരണസമയം നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ഒറ്റ നിമിഷേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു നിമിഷ സമയം കൊണ്ട് ഒരുപാട് ഇന്ദ്രപദവി അടക്കം ഒരുപാടെണ്ണം ഇന്ദ്രനെ ഒക്കെ പ്രോമിസ് ചെയ്തപ്പോഴത്തേന് എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? വളരെ ബുദ്ധിമാനായിരുന്നു അല്ലേ, എനിക്ക് ഭഗവത് സേവനം ചെയ്യണം. അങ്ങനെ ആ ഒരു നിമിഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഭഗവത് സേവനം ചെയ്ത് അദ്ദേഹം എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തി. ഖഡ്വാങ്കൻ എന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് വിധി, ഒരൊറ്റ നിമിഷം കൊണ്ട് ഗതി കിട്ടാനായിട്ടുള്ള വഴി അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അതുപോലെ ഒട്ടല്ല നിൻ കളി പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണ. അപ്പൊ നിന്റെ ലീലകൾ അല്ലെങ്കിൽ നിന്റെ ഈ വിക്രികളൊക്കെ ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് എന്നിവിടെ തുഞ്ചത്ത് രാമാനുജ ആചാര്യൻ പറയുവാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഇതിന്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഇതുപോലെ ആഗ്രഹങ്ങളായിട്ടും ഭൗതികതയിൽ ആണ്ട് കഴിയുകയും ചെയ്യുന്നവരെന്നാണ് ശുദ്ധ മടയന്മാരാണ് അല്ലേ. അങ്ങനെ ആ ഇത്രയെല്ലാം കേട്ടിട്ടും നമുക്ക് എന്താണ് ഇത് നമ്മളെ ബാധിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, അവര് വലിയ പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്നു, വലിയ ധനികരായിട്ടുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ചിന്തിക്കുക, അവർക്ക് എന്തുകൊണ്ട് അങ്ങനെയില്ല എന്നൊക്കെ ചിന്തിക്കുക ശുദ്ധ മണ്ടത്തരമാണ് അല്ലെ. നമ്മൾ പറഞ്ഞല്ലോ ഈ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇത്രയും പല രീതിയിലും തട്ടിലും ആൾക്കാർ ഇങ്ങനെ കാണപ്പെടുന്നത് അല്ലെ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടിട്ട് നമ്മൾ അതിൽ ഭ്രമിക്കരുത്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വിധി വന്നു എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിക്കാനൊന്നും പാടില്ല. എന്തായി കഴിഞ്ഞാലും അത് ഭഗവാന്റെ ഒരു ഇതായിട്ട് നമ്മൾ കണക്കാക്കണം. അല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ടൊരു ഡെവലപ്മെന്റ് ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ കൃഷ്ണാവബോധം ഉദിക്കുന്നവർ ക്ഷണേന ബ്രഹ്മനിർവാണം അടയുന്നു. ഭഗവത് സേവനവും ഭഗവത് ധാമവും തമ്മിൽ ഒരിക്കലും വിഭിന്നങ്ങളല്ല എന്നിവിടെ പറയുന്നു. അപ്പം ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ സുഖപൂർത്തിക്കായിട്ടുള്ള കർമ്മങ്ങളുണ്ട്, ആത്മീയ ലോകത്തിൽ കൃഷ്ണാവബോധപരിതമായ പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഈ ജീവിതത്തിൽ കൃഷ്ണാവബോധം ഉദിക്കുന്നതിന് തന്നെ ക്ഷണേന ലഭ്യമായ ബ്രഹ്മപദ പ്രാപ്തി എത്രേ. ഈ സ്ഥിതിയിലുള്ള ഭക്തൻ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കൃഷ്ണാവബോധം ഉദിക്കുന്ന ഒരു വ്യക്തി, അതനുസരിച്ചിട്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്താണ് ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പം ഈ രണ്ടാമത്തെ അധ്യായത്തില് ഒരുപാട് കാര്യങ്ങൾ ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം എന്നിനെ പറ്റിയൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സംഗ്രഹം ആയതുകൊണ്ട് വിശദമാക്കി നമ്മൾ ഇനിയുള്ള അധ്യായങ്ങളിൽ പഠിക്കും. അതുകൊണ്ട് ഇതിന്റെ ഒരു ഗീതാ വിഷയ സംഗ്രഹമാണ്. അപ്പൊ ഭഗവാൻ ഒരു ധാമം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾക്ക് പ്രത്യേക തരത്തിലുള്ള അധികം ആഗ്രഹമൊന്നുമില്ല. നമ്മള് എന്താണ് അങ്ങനെയാണെങ്കിൽ ആ സ്ഥായിയായിട്ടുള്ള ധാമത്തിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ മനസ്സിന് വിഭ്രാന്തിയൊക്കെ ഒഴിഞ്ഞ് നിൽക്കുന്ന, മനസ്സിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്ന ഒരു അവസ്ഥയിലുള്ള ആള് എത്തിച്ചേരുമെന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ പിന്നീട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും അത് മാത്രം പോരാ, അതിനേക്കാളും ഉപരിയായിട്ട് ചില കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ ഈ നീണ്ട 72 ശ്ലോകങ്ങൾ എടുത്ത് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു എത്ര മാസം, ഒരു 4-5 മാസത്തോളം എടുത്തെന്ന് തോന്നുന്നു അല്ലേ, രണ്ടാമത്തെ അധ്യായമായിട്ട് തന്നെ. അപ്പൊ അതങ്ങനെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളുടെ നമുക്ക് പ്രശ്നോത്തരി ഉണ്ടാകും അടുത്ത ആഴ്ചയിലും. പിന്നെ നമ്മൾ അതിന്റെ സമ്മറി നിങ്ങൾക്കൊരു എക്സസൈസ് തരികയാണ് എല്ലാവർക്കും. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആ ശ്ലോകങ്ങളുടെ ഒരു സമ്മറി എഴുതണം. 1 മുതൽ ഇത്ര ശ്ലോകങ്ങള് ഇന്ന കാര്യത്തെപ്പറ്റി, ഇന്ന വിഷയങ്ങളെ പറ്റിയാണ് പ്രതിപാദിച്ചിരുന്നത്. അല്ലെങ്കിൽ 10 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങള് സ്ഥിതപ്രജ്ഞനെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്, അന്ന് പറഞ്ഞ ഒരു സമ്മറി. അപ്പൊ നിങ്ങൾ അതിന്റെ വിവർത്തനവും ഭാവാർത്ഥമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളെല്ലാവരും മാർക്ക് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് മാത്രം ഒന്ന് എടുത്തു നോക്കുക, പേജ് മറിച്ച് നോക്കുക.
അത് അടുത്തതിൻ്റെ പിന്നത്തെ ക്ലാസ്സിലായിരിക്കും സമ്മറി. അടുത്ത ക്ലാസ്സിൽ പ്രശ്നോത്തരി ആയിരിക്കും പൂർണ്ണമായിട്ടുള്ളത്. അപ്പം അതിൻ്റെ പിന്നത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇതെടുക്കാൻ പോകുന്നത്, നമ്മുടെ സമ്മറി. അപ്പോൾ ഓരോരുത്തരും എന്നോട് പറയണം 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ ഇന്ന കാര്യമാണ് പ്രതിപാദിച്ചത്. അത് കഴിഞ്ഞിട്ട് ടോപ്പിക്ക് മാറി നിങ്ങൾ മനസ്സിലായ രീതിയിൽ എഴുതുക. അതിന് തെറ്റോ ശരിയൊന്നുമില്ല. നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, ഇന്ന ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ കണ്ടന്റ് എന്തായിരുന്നു, ഭഗവാൻ ഉദ്ദേശിച്ചത് എന്താണ്. അതിനിപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചതെന്താണ്, ഭഗവത് ധാമത്തെ പറ്റി സൂചിപ്പിക്കുകയായിരുന്നു അവസാനത്തെ ശ്ലോകം എന്ന്. ഒരുപാട് ഡിവിഷൻ ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഡിവിഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലായത് എന്താണെന്ന് ആ രീതിയിൽ എഴുതുക. അപ്പോൾ അങ്ങനെ ഒന്ന് എഴുതുവാണെന്ന് നിങ്ങൾ ശ്ലോകങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും എന്താണ് ഒന്നുകൂടെ അടുക്കും. എന്താണെന്നുള്ള സമ്മറി മുഴുവനും ഇത് ഗീതാവിഷയ സംഗ്രഹമല്ലേ, ആ ഗീതാവിഷയത്തിന്റെ സംഗ്രഹം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എല്ലായിടത്തൂടെയും കവർ ചെയ്ത് പോയെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുവേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടൊന്നും അല്ല. ഇനി അത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിൽ വരാതെ ഇരിക്കരുത്. ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ക്ലാസ് അവസാനിച്ചു. ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഏതെങ്കിലും, അല്ലെങ്കിൽ ഒരു പോയിന്റ് എങ്കിലും പറഞ്ഞിട്ട് എക്സിറ്റ് ആയിക്കൊള്ളു. ഹരേ കൃഷ്ണ. മാതാജി, ജ്ഞാനാംബിക മാതാജി. സമുദ്രത്തിലെ ഈ നമ്മുടെ ഈ ഭൂമിയിലുള്ള ചെറിയ ആറുകളും തോടുകളും എല്ലാം വളരെ വിക്ഷുബ്ധമായിട്ട് ഈ മരയുടെ മുകളിൽ കൂടെയും എല്ലാം ഒഴുകി ഭയങ്കര ഒഴുകി ചെന്ന് സമുദ്രത്തിൽ ചെന്ന് ചേരുമ്പോൾ ശാന്തമാകുന്നത് പോലെ നമ്മളും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. അപ്പം നമുക്ക് ഭഗവാന്റെ പ്രീതി കിട്ടും. ഹരേ കൃഷ്ണ. സുജന മാതാജി. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നു പോകും. ഏത് കാര്യത്തിലെത്തിയാലാണ് മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. കേൾക്കത്തില്ല മാതാജി, മ്യൂട്ടിലാണ്. പറഞ്ഞോളൂ. കിട്ടുന്നില്ലല്ലോ. പറഞ്ഞോളൂ മാതാജി. കേക്കാമോ? ആ കേക്കാം. എനിക്ക് ഇതില് ഫോണിൽ ഒന്നും കാണുന്നില്ല. ഇതൊന്നും തന്നെ. ഹരേ കൃഷ്ണ. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഭഗവാനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിഭ്രാന്തി ഒന്നും കാണത്തില്ല, മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവില്ല. ആ സ്തുതി എത്തണമെങ്കിൽ എന്ത് വേണമെന്നുള്ളതാണ്. ഭഗവാന്റെ നാമങ്ങള്, ഭഗവാന്റെ കഥകളും കേട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒന്നും വിഭ്രാന്തിയൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അത് കഴിയുമ്പം വീണ്ടും മനപ്രയാസങ്ങളൊക്കെ തുടങ്ങും. ആഗ്രഹങ്ങളും ഒന്നുമില്ല. ആഗ്രഹങ്ങളെല്ലാം ശമിച്ചു. സ്വയമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ശമിപ്പിച്ചു. അതാണ് ഭഗവാനില് എത്തിക്കഴിഞ്ഞ് ഭഗവാന്റെ ചിന്ത എപ്പോഴും ഉണ്ടാകാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. നമ്മള് ക്ലാസ്സിലിരിക്കുമ്പോഴും മറ്റുള്ള ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. അതിനിടയ്ക്ക് വീണ്ടും ചിന്തകൾ വരുന്നു. അതെ. ഹരേ കൃഷ്ണ. അടുത്തത് മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുജി, ഞാനൊന്ന് പറഞ്ഞിട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ, അമ്മയ്ക്ക് വിശക്കുന്നു. കൃഷ്ണ ഭഗവാനെ. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഭക്തൻ ഭഗവത് സേവനത്താൽ സംതൃപ്തനാകുന്നു. അദ്ദേഹത്തിന് ഇന്ദ്രിയ സുഖങ്ങൾ പ്രക്ഷുബ്ധനാകാൻ കഴിയുന്നില്ല. തനിക്ക് നിറവേറ്റാൻ ആഗ്രഹങ്ങളില്ല. ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നെല്ലാം മുക്തനായി വിദ്യാഹംഭാവം ഉപേക്ഷിച്ച് ഒന്നും തന്റേതെന്ന് അവകാശപ്പെടാതെ ഓരോ ജീവാത്മാക്കളും ജീവസത്ത കൊണ്ട് ഭഗവാന്റെ ചെറിയ ഒരു അംശമാണെന്നും ഭഗവാനോട് തുല്യനോ അല്ലെങ്കിൽ ഭഗവാനേക്കാൾ ഉയർന്ന നിലയിലോ ആകാൻ സാധിക്കില്ല എന്നുമുള്ള അറിവോടുകൂടി ഞാൻ ഭഗവാന്റെ ഒരു നിത്യദാസനാണെന്ന് ഉള്ള അറിവ് നേടുകയും ഈ കൃഷ്ണാവബോധം ശാന്തിയും സമാധാനവും നൽകാൻ
സമാധാനവും നൽകുന്നു. ഹരേ കൃഷ്ണ. ആത്മീയ ലോകത്തിൽ കൃഷ്ണാവബോധ ഭരിതങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മനുഷ്യവിഭ്രാന്തികളിൽ നിന്ന് ഒഴിവായി ആത്മീയവും ദൈവീകവുമായ പാതയിൽ ഉറച്ച് ശാന്തിയിലേക്കും ഭഗവത് സന്നിധിയിലേക്കും എത്തിച്ചേരാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇനി അടുത്തത് മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു സമുദ്രത്തിലേക്ക് വർഷക്കാലത്തേക്ക് ഇഷ്ടം പോലെ നദികളിൽ നിന്ന് വെള്ളം കുത്തിയൊഴുകി സമുദ്രത്തിലെത്തിയാലും ആ സമുദ്രം ഒരിക്കലും നിറഞ്ഞ് കവിഞ്ഞൊഴുകില്ല. അതുമല്ല, അതിന് ഉത്ക്ഷോഭമൊട്ടും ഉണ്ടാവില്ല. അതുപോലെയാണ് കൃഷ്ണാവബോധമാർന്ന ഒരു മനുഷ്യന് ഇന്ദ്രിയത്തിന് അധീനമായ ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കൂടി ആ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം അവഗണിക്കും. അപ്പൊ സദാ കൃഷ്ണാവബോധത്തിൽ മുഴുകി നിൽക്കുന്ന അയാളാകട്ടെ ആ ആഗ്രഹങ്ങളൊക്കെ അവഗണിച്ച് ഭഗവാന്റെ ചിന്ത മാത്രമായി കഴിഞ്ഞാല് അയാൾക്ക് മനസ്സിന് ശാന്തി സമാധാനം കിട്ടുകയും ചെയ്യും. പിന്നെ വീണ്ടും വീണ്ടും കൃഷ്ണാവബോധനയ്ക്ക് കൂടുതൽ കൂടുതൽ മുഴുകാനും കഴിയും. ഹരേ കൃഷ്ണ. ഹരി ബോൽ. ഹരേ ഗീതാ കൃഷ്ണ. മാതാജി. ഇന്ദ്രിയ നിയന്ത്രണവും ആഗ്രഹ നിയന്ത്രണവും വേണം. നമ്മുടെ പ്രക്ഷുബ്ധമാകാത്ത ഒരു പ്രക്ഷുബ്ധമാകാത്ത മനസ്സ് ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഭഗവാനിലേക്ക് അടുത്ത മനസ്സെ പ്രക്ഷുബ്ധമാകാതെ മറിച്ച് ആകാതിരിക്കുകയുള്ളൂ. ഭഗവാനിലെ കൃഷ്ണാവബോധം മനസ്സിൽ ഉറച്ചെങ്കിൽ മാത്രമേ കാമം, ക്രോധം, ലോഭമോഹം അങ്ങനെയുള്ള കടഹങ്കാരങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതും അതുപോലെ തന്നെ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനാകുന്നതും ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ആഗ്രഹം പരസ്പര ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗ്രഹങ്ങള് പ്രക്ഷുബ്ധമാകാത്ത മനസ്സിന് ശാന്തി ലഭിക്കുന്നു. മനസ്സിന് അങ്ങനെ ശാന്തി ലഭിക്കണമെങ്കിൽ ആഗ്രഹങ്ങൾ ഇല്ലാതാകണമെങ്കിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണനുമായി കൂടുതൽ അടുത്ത് ഭൗതിക ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിന്റെ അബദ്ധങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ആഗ്രഹങ്ങളിൽ നിന്ന് നിവൃത്തി കിട്ടുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. ഹരേ കൃഷ്ണ. ശരിക്കും ആത്മീയ ലോകത്തിലാണ് കൃഷ്ണാവബോധ ഭരിത എല്ലാ പ്രവർത്തനങ്ങളിലുള്ളത്. അതുപോലെ ഈ നമ്മുടെ ജീവിതത്തിൽ ഭൗതിക ലോകത്തിലാണ് ഇന്ദ്രിയ സുഖങ്ങൾ. പക്ഷെ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് കൃഷ്ണാവബോധം ഉണ്ടായാൽ അത് നമ്മൾ ആ സ്ഥിതിയുള്ള ഭക്തനെ ശരിക്കും ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാനും പറ്റും, ബ്രഹ്മപദ പ്രാപ്തിയിൽ എത്താനും പറ്റും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ ഭൗതിക ലോകത്ത് തന്നെ കൃഷ്ണാബോധം മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതെന്ന് വെച്ചാല് അതിന്റെ മാക്സിമം എന്താന്ന് വെച്ചാല് കൃഷ്ണന്റെ നിത്യദാസനാന്ന് അറിയണം. പിന്നെ ശരീരം വ്യാമോഹം ഒന്നും ഇതിലൊന്നും അവകാശപ്പെടാതെ ഒന്നും കരുതാതെ ജീവിക്കലാണ് അതിന്റെ പരമാകാഷ്ടം. മാക്സിമം. ഹരേ കൃഷ്ണ. ഹരി ബോൽ. വഞ്ചകൽപതരുപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിനാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി की जय, अनंतकोटि आचार्यवंदी की जय, नमाचार्य कष्टकुल की जय, घर ब्रह्मानंदे हरि हरि बोल. हरे कृष्ण. लीव ചെയ്തു. हरे कृष्णा. गीता माता जी. हरे कृष्णा. हरे कृष्णा. गीता माता जी എന്താ സ്റ്റക്ക് ആയിരിക്കുന്നു?
ഹരേ കൃഷ്ണ. ശോചേജി ഹരേ കൃഷ്ണ. അച്ഛൻ മൈക്ക് ഓൺ ആക്കാൻ അറിയാം അച്ഛന്? അച്ഛൻ ആ സ്ക്രീനിൽ, ആ ഫോണിന്റെ സ്ക്രീനിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ താഴെ ആ ചുമല കളറിൽ ഒരു സാധനം കാണാം, അതിലൊന്ന് ഞെക്കിയാൽ മതി. സ്ക്രീനിൽ ഇങ്ങനെ തൊട്ടേ. അപ്പൊ ഇങ്ങനെ ഇടത്ത് സൈഡിൽ ഇങ്ങനെ ഒരു റെഡ് കളറിലൊരു സാധനം ഉണ്ട്. ഇപ്പൊ വീഡിയോ ഓഫായി. അച്ഛനെ പിടിച്ച് ഞെക്കിയത് ഇപ്പൊ വീഡിയോയില്ല. അതിലൊന്നുകൂടെ ഞെക്കുവാണെങ്കിൽ ഓൺ ആകും. ക്ലാസ് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ